ആയിരിക്കുന്നു. ദുഃഖം കൊണ്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യ. ഇതിന് കാരണം അസത് ഇന്ദ്രിയ ദർശനാൽ, അസത്തുക്കളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ വ്യാപാരം കൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനം കൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്, ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്കിയത് കൊണ്ട് നിർവീണ. ഐ എം സോ മച്ച് എക്സോസ്റ്റഡ്. ഞാൻ വളരെ ക്ഷീണിച്ച് അവശയായി. എനിക്ക് കണ്ണ് കാണാൻ വയ്യ, ദുഃഖം സഹിക്ക വയ്യ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അസത് ഇന്ദ്രിയ ദർശനാൽ എന്നാ പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾ മോശമായിട്ടല്ല കേട്ടോ. കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക്, ഇതാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ മോശമല്ല. ഇന്ദ്രിയങ്ങൾ മോശമാണെന്ന് അർത്ഥം പറയരുത്. കണ്ണ് മോശമെന്ന് പറഞ്ഞിട്ട് കണ്ണ് കുത്തി പൊട്ടിക്കണ്ട. നാവ് മോശമെന്ന് പറഞ്ഞിട്ട് നാവ് മുറിച്ച് കളയണ്ട. ഈ കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക് എന്നുള്ള ഇന്ദ്രിയങ്ങൾ ഏറ്റവും നല്ലതാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷെ അതിൻ്റെ ഉപയോഗത്തിനാ കുഴപ്പം. ഏതൊരു സാധനത്തിനും മൂന്നവസ്ഥയുണ്ട് ഇല്ലേ? അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. ഒരു മൊബൈൽ ഫോൺ നമുക്ക് അത്യാവശ്യമാണ്. എവിടെയാണെന്ന് ഒരാളെ ലൊക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ആവശ്യം പറയാൻ. പണ്ട് ലാൻഡ് ഫോൺ ഉണ്ട്, അതൊന്നും വൃത്തിയില്ല, സ്ഥലത്ത് എത്തിയാലേ വിളിച്ച് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വഴിയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം വിളിച്ച് പറയാൻ എളുപ്പമാണ്. മൊബൈൽ ഫോൺ അത്യാവശ്യമാണ്. പക്ഷേ സപ്താഹവേദിയിൽ നിന്ന് വെറ്റിലേവൻ 100 തേക്കണ പോലെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാലോ? അത് അനാവശ്യമാണ്. അപ്പോൾ സാഹചര്യം അനുസരിച്ചാണ്, ഉപയോഗം അനുസരിച്ചിട്ടാണ് സത്തും അസത്തും തീരുമാനിക്കുക. നമ്മുടെ ഇന്ദ്രിയങ്ങൾ വളരെ നല്ലതാ. കണ്ണുകൊണ്ട് ഭഗവാനെ കാണുകയാണെങ്കിൽ ഇത്രയും നല്ല സാധനം വേറെ ഇല്ല. കണ്ണനെ കാണാത്ത കണ്ണെന്തിനാ? നാവ് ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇത്രയും നല്ല അവയവം വേറെ ഇല്ല. അതിനു പകരം അസഭ്യം പറയുകയാണെങ്കിലോ, ആത്മപ്രശംസ പറയുകയാണെങ്കിലോ, ആ നാവ് ചീത്തയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ അസത്തായിരിക്കുന്ന വ്യാപാരമാണ് പ്രശ്നം. അസത്തുക്കളുടെ, ഈ ഇന്ദ്രിയങ്ങളുടെ അസത്തായിരിക്കുന്ന പ്രവർത്തനം, അസത് ഇന്ദ്രിയ ദർശനാൽ, ആ ഇന്ദ്രിയങ്ങളുടെ സമ്മർദ്ദം കൊണ്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നോക്കിയത് കൊണ്ട് എനിക്ക് സാധിക്കണില്ല. ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ നോക്കിയിട്ട് എനിക്ക് സാധിക്കണില്ല. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഭഗവാനെ, സ്വന്തം മകനായിട്ട് ജനിച്ചത് ഭഗവാനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ചോദ്യം, അവിടത്തേക്ക് അറിയാത്തതൊന്നുമില്ല. നമ്മളാകുന്ന ദേവഹൂതിമാർക്ക് വേണ്ടി ആ ദേവഹൂതി ചോദിച്ചു, നമ്മളെന്താ ദുഃഖത്തിനെ ഇല്ലാതാക്കുക, സുഖം കിട്ടുക. സുഖം സുഖം സുഖം. ഈ സുഖം എങ്ങനെ കിട്ടുന്നല്ലേ നമ്മൾ അന്വേഷിച്ച് നടക്കണേ. സുഖായ കർമാണി കരോതി ലോക എന്ന് വിതുരൻ മൈത്രേയനോട് ചോദിച്ചത്. എങ്ങനെ ഈ സാധനം കിട്ടുക? അതാണ് ഭഗവാൻ ഉത്തരം പറഞ്ഞത്. യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ. ഭഗവാൻ ആദ്യം പറഞ്ഞു, ഈ മനുഷ്യർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടാവണം, സുഖം മാത്രം കിട്ടണം. ഭഗവാൻ പറഞ്ഞു, അമ്മേ, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ടും താൽക്കാലികമാണ്, കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഈ സുഖം എന്ന് പറയുന്നത് എന്താ? നമ്മൾ പറയില്ല, വെയിലത്തുനിന്ന് വന്നിട്ട് ഭയങ്കര ചൂട്, ഏസൂർ വരുമ്പോൾ ഹാവോ സമാധാനമായി, ഇപ്പൊ സുഖമായി, പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാലോ അതിന്റെ കഥ കഴിഞ്ഞു. ഈ സുഖമെന്നും ദുഃഖമെന്നും പറയുന്നത് താൽക്കാലികമാണ്. ഒരാൾക്ക് എന്നും ദുഃഖം, അങ്ങനെയില്ല. ഒരാൾക്ക് എന്നും സുഖം, അങ്ങനെയില്ല. അപ്പൊ ഈ സുഖവും ദുഃഖവും ഇത് രണ്ടും ഇല്ലാതാവണം. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. നമ്മൾ ദുഃഖത്തിനെ ഇല്ലാതാക്കാൻ നോക്കണു, സുഖത്തിനെ നേടാൻ നോക്കണു. അമ്മേ, ഇത് രണ്ടും ഇല്ലാണ്ടാവണം. അത്യന്ത ഉപരതറിയത്ര ദുഃഖസ്യച സുഖസ്യച. ദുഃഖവും ഇല്ലാണ്ടാവണം, സുഖവും ഇല്ലാണ്ടാവണം. അത്യന്ത ഉപരതി, ഉപരതി എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ്. രണ്ടും ഇല്ലാണ്ടാവണം. അപ്പൊ ഒരു മനുഷ്യന് വേണ്ടത് എന്താണ്? നിത്യമായ ആനന്ദമാണ്. അതിനെയാണ് ശ്രേയസ്, കൈവല്യം, മുക്തി, മോക്ഷം, ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയാം. ഒരു മനുഷ്യന് വേണ്ടത് ശ്രേയസ്സാണ്, നിത്യമായ ആനന്ദം.
നശിക്കാത്തതായ ആനന്ദം. അത് സുഖത്തിനും ദുഃഖത്തിനും ഉപരിയാണ്. നമുക്കിത് രണ്ടും അറിയുള്ളൂ. ഈ ആനന്ദം എന്ന് പറയുന്നത് ഈ ദ്വന്ദ്വങ്ങൾക്ക് അതീതമാണ്. ദ്വന്ദ്വാതീതമായിരിക്കുന്ന അവസ്ഥ, നിശ്ചലമായ, നിർമ്മലമായ, സ്വച്ഛമായ, തെളിഞ്ഞ ജലാശയം പോലെ നമ്മുടെ മനസ്സിനെ നിർത്താൻ പറ്റും എങ്കിൽ അതാണ് ആനന്ദം. ആനന്ദം എന്നുള്ളതിന് തത്തുല്യമായിട്ട് ലോകത്തിൽ ഒരു ഭാഷയിലും പദമില്ല എന്നാണ് വിവേകാനന്ദ സ്വാമികളെ പോലുള്ള മഹാത്മാക്കൾ പറയാം. നമ്മൾ എക്സ്റ്റസി എന്നൊക്കെ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം, പക്ഷെ തത്തുല്യമായ വാക്കല്ല. ആനന്ദം എന്നത് ഒരു അനുഭൂതിയാണ്, ഒരു പദമല്ല. അത് പറയാൻ പറ്റില്ല. നമുക്കത് അനുഭവിച്ച് അറിയേണ്ടതാണ്. അതാണ് ആനന്ദം, നിത്യമായ ആനന്ദം. ബ്രഹ്മസൗഖ്യം എന്ന് പറയും, മുക്തി എന്ന് പറയും, മോക്ഷം എന്ന് പറയും. ആ ആനന്ദാവസ്ഥ, സുഖവും ദുഃഖവും ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ആനന്ദമെന്ന് പറയും. ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ഭഗവാൻ പറയുകയാണ്, അതിൽ ഏതെങ്കിലും ഒരു കണ്ണി വിട്ടുപോയാൽ കാവിലം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ കാവിലം കേൾക്കുമ്പോൾ അതീവ ശ്രദ്ധിച്ചിരിക്കണം. ഒരു ജീവാത്മാവിന് വേണ്ടത് നിത്യമായ ആനന്ദം. അതിനാണ് ശ്രേയസ് എന്ന് പറയുക. ശ്രേയസ് വേണമെങ്കിൽ എന്ത് വേണം? സുഖവും ദുഃഖവും രണ്ടും ഇല്ലാണ്ടാവണം. പക്ഷേ നമുക്ക് ഇത് രണ്ടേ വശമുള്ളൂ, അല്ലേ? സുഖവും അല്ലെങ്കിൽ ദുഃഖം, ഇത് രണ്ടേ നമുക്ക് അറിയുള്ളൂ. ഇന്നലെ പറഞ്ഞില്ലേ, അമ്മൂമ്മമാര് പറയണ പോലെ ഈ കവളമടലുമേ ചവിട്ടിയ പോലെയാണ് നമ്മൾ നിൽക്കുക. ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം, ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കണം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് കടയിൽ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഒരു തിലാസ് ഉണ്ടാവും. ഇപ്പം ഇലക്ട്രോണിക് ബാലൻസ് ഒക്കെ. പണ്ട് നമ്മൾ കടയിൽ പച്ചക്കറി മേടിക്കാനായിട്ട് പോകുമ്പോൾ 2 തട്ടുള്ള തിലാസ് ഉണ്ടാവും. നമ്മൾ തക്കാളി മേടിക്കാൻ പോയി വിചാരിക്കുക. 1 കിലോ തക്കാളി എന്ന് പറഞ്ഞു കടക്കാരൻ്റെ അടുത്ത്. അയാൾ കട്ടി എടുത്ത് വെച്ചു, തക്കാളി എടുത്ത് വെച്ചു. കട്ടിയുടെ ഭാഗം താഴ്ത്തിരുന്ന് തക്കാളിയുടെ ഭാഗം പൊങ്ങി നിന്നാൽ നമ്മൾ സംഭവിക്കുമോ? കാശ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 തക്കാളികൾ എടുത്തിടുമല്ലോ. അപ്പോൾ എന്തുണ്ടാവും? തക്കാളിയുടെ തട്ട് താഴും. പീഡിയക്കാരെ സംഭവിക്കുമോ? ഞങ്ങളുടെ മോക്ഷത്തിന് ഇരിക്കുകയല്ല. അപ്പോൾ നമ്മളെന്താ പറയുക? തനിക്ക് നഷ്ടം വേണ്ട, എനിക്ക് നഷ്ടം വേണ്ട, 2 പാനുകളും 2 തട്ടും ഒരേപോലെ ഇരുന്നോട്ടെ, 0.0 ഇരിക്കുക. ഇത് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടണ്ട. സുഖവും വേണ്ട ദുഃഖവും വേണ്ട. അത്യന്ത ഉപരതറിയത്ര ദുഃഖസ്യച സുഖസ്യച. സുഖവും ദുഃഖവും രണ്ടും ഇല്ലാതാവണം. നമ്മുടെ കുഴപ്പം എന്താണെന്നറിയോ? നമ്മൾ ദുഃഖം മാത്രം ഇല്ലാണ്ടാക്കാൻ നോക്കുള്ളൂ. അപ്പോൾ ബാലൻസ് തെറ്റും, ഇല്ലേ? ഏതെങ്കിലും ഒരെണ്ണം മാത്രമായാൽ തട്ട് പൊങ്ങി നിൽക്കില്ലേ? അപ്പോൾ നമ്മുടെ ഇംബാലൻസ് ആവും. ഇതാണ് പ്രശ്നം. നമ്മൾ സുഖത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം. സുഖവും ദുഃഖവും രണ്ടും വേണ്ടാന്ന് വെച്ചോളൂ. വിതുരൻ ചോദിച്ച ചോദ്യമില്ലേ? സുഖായ കർമാണി കരോതി ലോക. ലോകത്തിലെ സകല ആൾക്കാരും സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കണോ? നതൈ സുഖം വാ. സുഖം കിട്ടണില്ല എന്ന് മാത്രമല്ല, അന്യദുപാരമം വാ വിദ്യേത. ദുഃഖം കുറയണില്ല എന്ന് മാത്രമല്ല, ഭൂയസ്തത ഏവ ദുഃഖം. വീണ്ടും വീണ്ടും ദുഃഖം മാത്രം വന്നുകൊണ്ടിരിക്കണു. എന്താ കാരണം? നമ്മുടെ ധാരണ ഈ സുഖത്തിനെ അങ്ങോട്ട് മാറ്റിവെച്ചാൽ, ഈ ദുഃഖത്തിനെ നിരാശം ചെയ്താൽ സുഖം മാത്രം നമ്മുടെ അടുത്ത് കിട്ടും. അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഒരു മനുഷ്യന് ശ്രേയസ് വേണമെങ്കിൽ സുഖവും ദുഃഖവും രണ്ടും ഇല്ലാതാക്കണം. അതിനെന്താ മാർഗം? ഈ സുഖത്തിനെയും ദുഃഖത്തിനെയും കൊണ്ടുവരുന്നതാരാ? ബാഹ്യമായിരിക്കുന്ന വിഷയങ്ങളെ, ഉദ്ദീപനങ്ങളെ, എക്സ്റ്റേണൽ ഇമ്പൾസ്, അതിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഈ മൈക്കിലേക്ക് ശബ്ദമായിട്ട് കറണ്ട് കൊണ്ടുവരണു, ഈ ബൾബിലേക്ക് പ്രകാശമായിട്ട് കറണ്ട് കൊണ്ടുവരണു, ഫാനിലേക്ക് കാറ്റായിട്ട് പ്രകാശം കൊണ്ടുവരണു. ഇതൊക്കെ കൊണ്ടുവരുന്ന ഈ വയറുകളുണ്ട്. ഈ വയറുകൾ പോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. കണ്ണുകൾ ദൃശ്യമായിട്ട് കൊണ്ടുവരണു, ചെവികൾ ശബ്ദമായിട്ട് കൊണ്ടുവരണു,
നാവ് സ്വാദായിട്ട് കൊണ്ടുവരണു, ത്വക്ക് സ്പർശമായിട്ട് കൊണ്ടുവരണു, നാസിക ഗന്ധമായിട്ട് കൊണ്ടുവരുന്നു. പുറമേ നിന്നുള്ള ഉദ്ദീപനങ്ങളെ, വിഷയങ്ങളെ, ശബ്ദ സ്പരിശ രസ രൂപ ഗന്ധങ്ങളെ കൊണ്ടുവരുന്നത് ഈ ഇന്ദ്രിയങ്ങളാണ്. ഭഗവാൻ പറഞ്ഞു, അമ്മയുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. അമ്മ എന്താ പറഞ്ഞത്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ദുഃഖം. അപ്പൊ ദുഃഖം മാറാൻ എന്താ മാർഗം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മതി. വെരി സിമ്പിൾ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മതി. ദുഃഖങ്ങൾ കൊണ്ടുവരുന്നത് ഇന്ദ്രിയങ്ങളാണെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മതി. സുഖവും ദുഃഖവും രണ്ടും കൊണ്ടുവരുന്നത് ഇന്ദ്രിയങ്ങളാണ്. ഇത് രണ്ടും ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കൂ. നമുക്ക് കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, ഭഗവാനെ കാണാൻ സപ്താഹവേദിയിലിരിക്കണോ? അപ്പോഴാണ് കുറച്ച് പൂക്കളും കൊണ്ട് ഒരാൾ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ തലങ്ങടി തിരികെ ഇയാൾ ഫാൻ ഓസിലേക്ക് ചെയ്യുന്ന പോലെ. ആരാ വന്നേ? നമ്മൾ അയാളെ കാണാനാണോ വന്നേ? അല്ല. എന്നാൽ അയാളുടെ മുഖത്തേക്ക് നോക്കും. അയാളെ ഇവിടെ വന്ന് പൂക്കൾ കൊണ്ടുവച്ചു, സീറ്റിൽ നിന്നു, ഹാവ് സമാധാനമായി. അപ്പം രണ്ടാമത്തെ ആൾ കുറച്ച് എണ്ണയും കൊണ്ടുവരും. ഇതാരാ വന്നേ? ഇനി അടുത്ത കൂടെ പോണ ആള് പരിചയക്കാരനാണെങ്കിലോ അപ്പൊ നമ്മൾ കൈമത്തേറിയോട് പിടിക്കും അല്ലേ? വല്ല ആവശ്യമുണ്ടോ? സപ്താഹവേദിയിൽ സപ്താഹം കേൾക്കാൻ വന്നവനാ, പരിചയക്കാരൻ്റെ കൈമത്തേറി പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇനി അത് മാത്രമല്ല, നമ്മൾ സപ്താഹം കേൾക്കാനായിട്ട് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ വന്നിരിക്കണു. ഇവിടെ നാമജപത്തിന് മാത്രമാണ് പ്രസക്തി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ആരെങ്കിലും പറഞ്ഞോ ഗോവിന്ദ ഗോവിന്ദ എന്ന്? ഇതാ പ്രശ്നം. നമ്മുടെ നാവ് അതിനു വേണ്ടി പ്രയോഗിക്കണില്ല. അതിന് പകരം തൊട്ടടുത്തേക്ക് ആളെ തോണ്ടി വിളിച്ചിട്ട് എന്താത്ര വൈകിയേ, സപ്താഹവേദിയിൽ എന്താത്ര വൈകിയെന്ന് ഒന്ന് പറയണ്ട. ഇന്ന് സർവന്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, വിളിച്ചാൽ മിനിറ്റപ്പം തന്നെ വൈകി എന്ന് പറഞ്ഞ് നമ്മുടെ വിഴുപ്പ് കെട്ട് അലക്കുക. എവിടെ? മഹാദേവന്റെ മുമ്പിൽ അല്ലേ? ഇതിനാണോ നമ്മൾ ക്ഷേത്രത്തിൽ വരണേ? ക്ഷേത്രത്തിൽ വന്നാൽ, സപ്താഹത്തിന് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ 6 ഇന്ദ്രിയങ്ങളെ അടക്കുക. ക്ഷേത്രത്തിൽ വരുമ്പോൾ കാണേണ്ടത് ഒരാളേ ഉള്ളൂ, കേൾക്കേണ്ടത് ഒരാളേ ഉള്ളൂ. പക്ഷെ എന്തുണ്ടാവണു? നമ്മൾ ശൃംഗവൃത്തദേവരുടെ ശിവേരി എഴുന്നള്ളിച്ചതാ പോണു. ശിവേരി എഴുന്നള്ളുമ്പോൾ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുകയാണ്. പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കൂടെ നമ്മളിങ്ങനെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രദക്ഷിണം വയ്ക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ ശൃംഗവൃത്തദേവർക്ക് ഒറ്റയ്ക്ക് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് പടിഞ്ഞാട്ടങ്ങൾ എത്തിയപ്പോഴാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ പരിചയത്തിലുള്ള ഒരാൾ വരണം കണ്ടു. നമ്മൾ എന്താ ചെയ്യുക? അവിടെ നിൽക്കും, അയാൾ വരട്ടെ. അയാൾ വന്നു കഴിഞ്ഞാലോ, തൊട്ടടുത്തെത്തി കഴിഞ്ഞാൽ ഒരാളുടെ നാവും മറ്റയാളുടെ ചെവിയും വർക്ക് ചെയ്യാൻ തുടങ്ങും. എന്നിട്ടോ മലയാളത്തിലുള്ള സംസാരം അങ്ങോട്ട് തുറന്നു കഴിക്കും. മലയാളത്തിലുള്ള സംസാരം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബന്ധമായി. അതാണ് സംസ്കൃതത്തിലുള്ള സംസാരം. മലയാളത്തിലുള്ള സംസാരമാണ് സംസ്കൃതത്തിലുള്ള സംസാരത്തിലേക്കുള്ള പ്രശ്നം. ആ ക്ഷേത്രത്തിൽ നമ്മൾ പ്രദക്ഷിണം വയ്ക്കാൻ വന്നോ, ഇയാളോട് വർത്താനം പറയാൻ വന്നോ? ഇനി അതും വേണ്ട, നമുക്ക് പരിചയം ഇല്ലാത്ത ആളാന്ന് വിചാരിക്കുക. നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അടുപ്പിച്ച് 7 ദിവസം ഒരാളെ കണ്ടു, നമ്മളെ പുറകെ പ്രദക്ഷിണം വയ്ക്കുന്ന ആള്. നമുക്ക് ഒരു പരിചയവും ഇല്ല. 7ാമത്തെ ദിവസം നമ്മൾ അടുത്തേക്ക് ചെല്ലും. എന്താ പേര്? എവിടെയാ വീട്? ആരൊക്കെയുണ്ട്? വലിയ അത്യാവശ്യമല്ലേ? ശൃംഗവൃത്തദേവരുടെ അമ്പലത്തിൽ വന്നത് ഇയാളുടെ ബയോഡാറ്റ അന്വേഷിക്കാനാണ്. അസത് ഇന്ദ്രിയ ദർശനാൽ നമ്മുടെ കണ്ണ് സമ്മതിക്കില്ല, ചെവി സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, മൊബൈൽ ഫോൺ സൈലന്റ് ആക്കുമെന്ന്. എന്താ കാരണം? ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാവും ഏതെങ്കിലും ഒരുത്തൻ്റെ മൊബൈൽ ഫോൺ റിംഗ് ടോൺ അടിക്കുക. അതിൻ്റെ ഉടമസ്ഥനെ മാത്രമല്ല, ആ സഭയിലുള്ള എല്ലാവരുടെ മനസ്സിനെയും അത് പിടിച്ചു കുലുക്കും. ആ സഭ തന്നെ മലീമസമാവും. പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും എല്ലാവരുടെയും മനസ്സ് ഭഗവാനിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ സൈലന്റ് ആക്കൂ എന്ന് പറഞ്ഞത്. അസത് ഇന്ദ്രിയ ദർശനാൽ നമ്മുടെ ചെവി സമ്മതിക്കില്ല. ഈ സുഖത്തിനെയും ദുഃഖത്തിനെയും ബാഹ്യമായ ഉദ്ദീപനങ്ങളെ കൊണ്ടുവരുന്നത് ഈ ഇന്ദ്രിയങ്ങളാണ്. ബാഹ്യമായിട്ടുള്ള ഉദ്ദീപനങ്ങളെയാണ്
വിഷയങ്ങളെയാണ് സുഖമെന്നോ ദുഃഖമെന്നോ നമ്മൾ വ്യവഹരിക്കുന്നത്. ഈ സുഖം കൊണ്ടുവരുന്നതും ദുഃഖം കൊണ്ടുവരുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. എന്താ സുഖം, എന്താ ദുഃഖം? ഈ സുഖമെന്നും ദുഃഖമെന്നും പറയുന്ന രണ്ട് പദങ്ങൾക്ക് പൊതുവായിട്ടൊരു ഫാക്ടറുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്ക് ടീച്ചർമാർ പറയും കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കാൻ. a+b² എന്ന് പറയുമ്പോൾ കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുക്കാൻ പറയും. ഈ സുഖത്തിനും ദുഃഖത്തിനും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. എന്താ? ഖം. സുഖം ദുഃഖം. ഈ ഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം എന്നർത്ഥം. എന്താണ് സുഖം? ഇന്ദ്രിയങ്ങൾക്ക് സുഷ്ഠുവായത് സുഖം. ഇന്ദ്രിയങ്ങൾക്ക് സുഷ്ഠുവായത് സുഖം. ഇന്ദ്രിയങ്ങൾക്ക് ദുരിതമായത് ദുഃഖം. ഇത് രണ്ട് കൊണ്ടുള്ള ഇന്ദ്രിയങ്ങളാണ്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളാണ് ഈ ബാഹ്യമായ ഉദ്ദീപനങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പൊ എന്ത് വേണം? സുഖദുഃഖങ്ങൾ ഇല്ലാതിരിക്കാൻ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഒന്നാമത്തെ ഭഗവാൻ പറഞ്ഞു, ഒരു മനുഷ്യന് വേണ്ടത് ശ്രേയസ്സാണ്. അതിന് സുഖദുഃഖങ്ങൾ രണ്ടും ഇല്ലാതാവണം. ഈ സുഖദുഃഖങ്ങൾ ഇല്ലാതാവാൻ അവയെ കൊണ്ടുവരുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എന്താ മാർഗം? ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ, സപ്താഹത്തിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കണം. ഷഡിന്ദ്രിയ നിഗ്രഹം വരുത്തണം. അതുകൊണ്ടാണ് ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ കയറി വരുന്ന സമയത്ത് ദീപസ്തംഭം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതിൻ്റെ ചോട്ടിൽ ഒരു ജന്തുവിൻ്റെ പ്രതിമ ഉണ്ടാവും. അധികം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആമയുടെ 24 ഗുരുക്കന്മാരിൽ പെടാത്ത ഗുരുവാണ് ആമ. ആമയുടെ പ്രത്യേകത എന്താ? നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ 4 കാലുകളും തലയും ഉള്ളിലേക്ക് വയ്ക്കും, 6 ഉള്ളിലേക്ക് വലിക്കും. ആമയെ കണ്ടു പഠിക്കൂ. ഭഗവാന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഷഡിന്ദ്രിയ നിഗ്രഹം വരുത്തൂ. 6 ഇന്ദ്രിയങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കൂ. അല്ലാണ്ട് വെറുതെ ഒരു ജന്തുവിനെ വരച്ചു വെച്ചതല്ല. ഭഗവാനെ ഉപാസിക്കാൻ നേരത്ത് ഷഡിന്ദ്രിയ നിഗ്രഹം വരുത്തണം. അപ്പോൾ കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക്, ഈ 5 ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അസത് ഇന്ദ്രിയ ദർശനാൽ. ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എന്താ മാർഗം? നേരത്തെ പറഞ്ഞില്ലേ, മൈക്കിലേക്ക് ശബ്ദമായിട്ടും ബൾബിലേക്ക് പ്രകാശമായിട്ടും ഫാനിലേക്ക് കാറ്റായിട്ടും കറണ്ട് കൊണ്ടുവരുന്ന വയറുകളുണ്ട്. ഈ വയറുകളെല്ലാം ചെന്ന് എത്തുന്ന ഒരു ഫൈനൽ പോയിന്റ് ഉണ്ട്. എന്താ? മെയിൻ സ്വിച്ച്. ഈ വയറുകളെല്ലാം ചെല്ലുന്നത് മെയിൻ സ്വിച്ചിലേക്കാണ്. മെയിൻ സ്വിച്ച് ഓഫാക്കിയാലോ ബൾബ് പിന്നെ കത്തില്ല, മൈക്ക് പിന്നെ ശബ്ദിക്കില്ല, ഫാൻ പിന്നെ കറങ്ങില്ല. ഇതുപോലെ 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന 6ാമത്തെ ഒരു ഇന്ദ്രിയമുണ്ട്, 6th സെൻസ്. അതാണ് മനസ്സ് എന്ന് പറയും. ഈ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ 6ാമത്തെ ഇന്ദ്രിയം കൊണ്ടേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. കണ്ണിനെ നിയന്ത്രിക്കാൻ, ചെവിയെ നിയന്ത്രിക്കാൻ, നാവിനെ നിയന്ത്രിക്കാൻ മനസ്സ് എന്ന് പറയുന്ന ഇന്ദ്രിയം കൊണ്ടേ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ മനസ്സുകൊണ്ട് നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ആദ്യം മനസ്സ് നേരെയാവണം. മനസ്സ് നേരെയായാലേ, മനസ്സ് ശുദ്ധമായാലേ, മനസ്സ് നിർമ്മലമായാലേ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ മനസ്സ് ശുദ്ധമാവണം. മനസ്സ് ആണ് അതിലെ HOD. ഒരു ഓഫീസിൽ ആദ്യം നേരെയാവേണ്ട ആളാരാ? HOD ആണ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അയാൾ നേരെയല്ല. അയാൾ നേരെയാണെങ്കിൽ 10 മണി കഴിഞ്ഞാൽ ചുമന്ന മഷിക്ക് ആബ്സെന്റ് മാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ കടിച്ചു കീറാനുള്ള ദേഷ്യം ഉണ്ടാവും അയാളെ. എന്നാലും 9:55 എല്ലാവരും സീറ്റിലുണ്ടാവും. 5 മണിക്ക് ഒപ്പിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാലും അയാളെ കടിച്ചു കീറാനുള്ള ദേഷ്യം ഉണ്ടാവും. പക്ഷേ സീറ്റിൽ ആളുണ്ടാവും. അതിന് പകരം HOD 11:30 വരണമെന്ന് വെച്ചാലോ ആരെങ്കിലും സീറ്റിൽ ഉണ്ടാവുമോ? ഫൈൻ വർക്ക് വന്നിട്ട് നടക്കുമോ? ഒന്നും നടക്കില്ല. ആശാൻ അക്ഷരം 1 പിഴച്ചാൽ 51 പിഴയ്ക്ക് ശിഷ്യന് യാതൊരു സംശയമില്ല. മുമ്പേ ഗമിച്ചീടിന ഗോപുതന്റെ മുമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം.
അപ്പൊ ആദ്യം നേരെയാവേണ്ടത് ഡിസിപ്ലിൻ ഷുഡ് കം ഫ്രം ദ ടോപ്പ്. ആദ്യം നേരെയാവേണ്ടത് HOD ആണ്. അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ HOD ആയിരിക്കുന്ന മനസ്സ് ആദ്യം ശുദ്ധമാവണം. മനസ്സ് ശുദ്ധമാവാത്തത് കൊണ്ടാണ് ഈ മനസ്സ് എന്ന് പറയുന്ന ഇന്ദ്രിയം എപ്പോഴാണ് അശുദ്ധമാവണത്, എപ്പോഴാണ് മലീമസമാവണത്? മനസ്സെപ്പോഴാണ് ശുദ്ധമാവുക, മനസ്സെപ്പോഴാണ് അശുദ്ധമാവുക? വലിയ വേദാന്തം ചിന്തിക്കേണ്ട. എപ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുക? ദേവഹൂതി ചോദിച്ച പോലെ നമുക്ക് ദുഃഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഇരിക്കണേൽ? എല്ലാവർക്കും ഉണ്ട്. ഈ ദുഃഖം നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുക? ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വിചാരിച്ച കാര്യം നടക്കാണ്ടിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. വിചാരിച്ച കാര്യം നടക്കാണ്ടിരുന്നാൽ മതി. യാതൊരു കാരണമില്ലാണ്ട് നമുക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ ദുഃഖം വരും. ഈ പള്ളി സ്റ്റോപ്പിലെ എറണാകുളത്തേക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കാത്ത് നിൽക്കുക. നമ്മൾ ഒരൊറ്റ ബസ് നിർത്തണില്ലെങ്കിലോ, രാവിലെ നമ്മൾ 6 മണിക്ക് നിന്നു, 8 മണി വരെ അവിടെ നിന്നു, ഒറ്റ ബസ് നിർത്തണില്ലെങ്കിൽ ലോകത്തിലുള്ള സകലരെ നമ്മൾ ചീത്ത പറയും. ഏത് കുരുത്തം കെട്ടവനെയാണാവോ എന്ന് ശകുനം കണ്ടത് എന്നും പറഞ്ഞ് ലോകത്തിലെ ആൾക്കാരെ മുഴുവൻ ചീത്ത പറയും. എന്താ കാരണം? നമുക്ക് ബസ് കിട്ടിയില്ല അല്ലേ? നമ്മൾ 6 മണിക്ക് ഇറങ്ങി, അല്ലെങ്കിൽ 8 മണിക്ക് ഇറങ്ങി, നമ്മൾ വീട്ടിൽ നിന്ന് 8 മണിക്ക് ഇറങ്ങി 10 മണി വരെ ആ വെയിലത്ത് ഇങ്ങനെ നിൽക്കുക, ഒറ്റ ബസ് കിട്ടണില്ല. നമുക്ക് വല്ലാത്ത ദുഃഖം വരും അല്ലേ? അങ്ങനെ ദുഃഖിച്ച് നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ അയൽവക്കക്കാരൻ AC കാറിൽ നമ്മുടെ മുമ്പിൽ കൂടെ പോവുക. എന്താവും നമ്മുടെ ഭാവം? കള്ളൻ പോണ കണ്ടില്ലേ? ബാക്കിയുള്ള 2 മണിക്കൂർ നേരം പച്ചവെള്ളം കുടിക്കാണ്ട് വെയിലത്ത് നിൽക്കുമ്പോൾ അവൻ കാറിൽ പോകണമെന്ന്. അപ്പൊ എന്തായി? അത് ക്രോധായിട്ട് മാറണു. അവൻ വല്ല തെറ്റും ചെയ്തോ? അവന്റെ കാറിൽ അവൻ പോണു. ആർക്കാ പ്രശ്നം? നമുക്കാ പ്രശ്നം. എന്താ കാരണം? നമ്മുടെ ആഗ്രഹം നടന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആഗ്രഹം അഥവാ കാമം അത് നടക്കാണ്ട് വരുമ്പോ നമുക്ക് ദുഃഖം വരണു. അത് ക്രോധമായിട്ട് മാറണം. നേരെ തിരിച്ചു ചിന്തിക്കൂ. നമ്മുടെ അയൽവക്കക്കാരൻ 8 മണിക്ക് ഇറങ്ങി പോണത് നമ്മൾ കണ്ടു. അയാൾ 10 മണി വരെ ബസ് സ്റ്റോപ്പിൽ നിൽക്കണു. നമ്മളാണ് AC ഇന്നോവ കാറിൽ പോണെന്ന് വെച്ചാലോ നമ്മുടെ ഭാവം എന്താവും? അവിടെ നിൽക്ക്, എൻ്റെ കാശ് കൊടുത്തിട്ട് ഞാൻ കാറിൽ പോവുക. അപ്പൊ എന്തായി? മതം. ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടാലും പ്രശ്നമാണ്. നമ്മുടെ ആഗ്രഹം പൂർത്തീകരിച്ചാലും പ്രശ്നം, പൂർത്തീകരിച്ചില്ലെങ്കിലും പ്രശ്നം അല്ലേ? ഇതാണ്. അപ്പോ ഈ ആഗ്രഹം എന്നുള്ളത് ആരുടെ ആഗ്രഹം? എൻ്റെ ആഗ്രഹം അല്ലേ? എൻ്റെ ആഗ്രഹം നടന്നില്ല, മറ്റുള്ള അയൽവക്കക്കാരൻ്റെ ആഗ്രഹം നടന്നില്ല എന്നല്ല നമുക്ക് പ്രശ്നം. എൻ്റെ കാര്യം നടന്നില്ല. നമ്മളെല്ലാവരും ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല പലതും. 500 രൂപ കൊടുത്ത് ഓണം ബമ്പർ എടുത്തിട്ടുണ്ടാവും. ഈ ടിക്കറ്റ് എടുക്കുന്ന എല്ലാവരുടെയും ധാരണ എന്താ? എനിക്കടിക്കും വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ ഒറ്റ ടിക്കറ്റല്ലേ ചിലവാകുള്ളൂ അല്ലേ? എല്ലാവരും വിചാരിക്കുക എനിക്കടിക്കുന്നതാണ്. അപ്പൊ ഓണം ബമ്പർ എനിക്കടിക്കണം എന്ന് വിചാരിച്ചിട്ടാ എല്ലാവരും എടുക്കണേ. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് വേണം, എൻ്റെ എന്ന ഭാവം വരണു അല്ലേ? എൻ്റെ എന്നുള്ള ഭാവം വരണു. ഈ എൻ്റെ എന്നുള്ള ഭാവം എവിടുന്നാ വന്നേ? ഞാൻ എന്നതിൽ നിന്നാ എന്നെ വന്നത്. ഞാൻ എന്നതിൽ നിന്ന് എൻ്റെ എന്ന് വരണു. ഏത് കാര്യം ഇതേ? കണ്ണുകൊണ്ട് കാണുന്നത് എനിക്ക് വേണം, ചെവി കൊണ്ട് കേൾക്കുന്നത് എനിക്ക് വേണം, തൊക്കുകൊണ്ട് സ്പർശിക്കുന്നത് എനിക്ക് വേണം. എനിക്ക് ഈ എൻ്റെ എന്ന ഭാവം എവിടെ നിന്ന് വന്നു? ഞാൻ എന്ന ഭാവത്തിൽ നിന്നാണ്. ഞാൻ എൻ്റെ ഇത് രണ്ടും ഒരുമിച്ച് നടക്കുള്ളൂ. ഞാൻ എവിടെയുണ്ടോ അവിടെ എൻ്റെ ഉണ്ട്, ഞാൻ എവിടെയുണ്ടോ അവിടെ എൻ്റെ ഉണ്ട്. നമ്മൾ കാലുമ ചെരുപ്പിടുന്നത് പോലെയാണ്. ഒറ്റ കാലുമ ചെരുപ്പിടാറില്ലല്ലോ, 2 കാലുമല്ലേ ചെരുപ്പിടാ. അതുകൊണ്ടാണ് സപ്താഹവേദി വരുമ്പോൾ ചെരുപ്പ് ഊരി പുറത്ത് വെക്കൂ എന്ന് പറഞ്ഞത്. ക്ഷേത്രത്തിൽ വരുമ്പോൾ ചെരുപ്പുകൾ ഊരി പുറത്തിടൂ എന്ന് പറഞ്ഞത്. ചില ആൾക്കാർ മിടുക്കന്മാരാ, എൻ്റെ ചെരുപ്പെങ്ങാനും പോയാൽ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ അകത്ത് മതിലിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെന്താ? എന്തിനാ അതിൻ്റെ ആവശ്യം? ഗോപുരത്തിൻ്റെ പുറത്ത് വയ്ക്കുക എന്തിനാ? നമ്മുടെ കാലുമലിൻ്റെ ചെരുപ്പ് മാത്രമല്ല,
ഭഗവാന്റെ മുമ്പിൽ വരുമ്പോൾ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തിനെ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ടാണ് കാലുമലത്തെ ചെരുപ്പ്. അതിൻ്റെ പ്രതീകമാണ്. നമ്മുടെ കാലുമലത്തെ ചെരുപ്പ് ഊരി മാറ്റുന്നത് പോലെ മനസ്സിലെ രണ്ട് ചെരുപ്പുകൾ ഊരി മാറ്റുക. ഞാൻ എൻ്റെ, ഞാൻ എൻ്റെ. കഷ്ടകാലത്തിന് ഞാൻ എവിടെ ഉണ്ടോ അവിടെ എൻ്റെ ഉണ്ട്. രണ്ടുപേര് കൈകോർത്ത് പിടിച്ചാൽ നടക്കുക. പുതുതായിട്ട് വിവാഹം കഴിച്ച ഭാര്യ ഭർത്താക്കന്മാരെ, നവദമ്പതികൾ നാഷണൽ ഹൈവേ കൂടെ പോവുകയാണെങ്കിലും കൈ പിടിക്കുക, പിടിച്ചാൽ നടക്കുക. ഇതുപോലെയാണ്. ഒരിക്കലും വേർപെടില്ല. ഞാൻ എവിടെ ഉണ്ടോ അവിടെ എൻ്റെ ഉണ്ട്. ഐഡിയൽ കപ്പിൾ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ലോകത്തിൽ ഐഡിയൽ കപ്പിൾ ആരാ? പാർവതി പരമേശ്വരന്മാരാ. ഒരിക്കലും വേർപെടില്ല. ചില സമയത്ത് ഒരു വഴക്കിടും. ഉണ്ണിഗണപതിയുടെ കൊമ്പൊടിച്ച, പരശുരാമ മഹർഷി കൊമ്പൊടിച്ച സമയത്ത് പാർവതി ശിവനും കൂടി കൂടിയിട്ട് ബഹളം ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാവില്ല. ഞാൻ എൻ്റെ, ഞാൻ എൻ്റെ, എപ്പോഴും ഒരുമിച്ച് നടക്കുള്ളൂ. ഇത്ര ഐഡിയൽ കപ്പിൾ വേറെ ഇല്ല. ഭാര്യ ഭർത്താവും ആവുമ്പോൾ അമ്മയെ സന്താനങ്ങൾ ഉണ്ടാവുമോ എന്ന് ചോദിക്കണോ? ഒന്ന് രണ്ടുമല്ല, 6 കാമ ക്രോധ ലോഭ മോഹ മത മത്സരാദികൾ, 6 സന്താനങ്ങൾ. അതിൽ തലതെറിച്ച സന്താനം ആദ്യത്തേതാ, കടിഞ്ഞൂൽ സന്താനം, കാമം. അവരാണ് കുഴപ്പക്കാരൻ. ഏട്ടൻ പോകുന്ന വഴിക്കല്ലേ അനിയന്മാരെ പോവുക. അപ്പൊ കാമം എന്നുള്ളത്, ആഗ്രഹം എന്നുള്ളത് നടന്നില്ലെങ്കിൽ ക്രോധം, നടന്നാലോ മതം. രണ്ടായാലും പ്രശ്നം. അപ്പൊ ആരാ പ്രശ്നക്കാരൻ? കാമം, ആഗ്രഹം. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാനെന്നും എൻ്റേതെന്നുമുള്ള മാതാപിതാക്കള്, അച്ഛനമ്മമാര്, അവരെ തലതെറിച്ച 6 സന്താനങ്ങൾ. ഈ 6 2 8 അടിച്ച്, ചൂലെടുത്ത് അടിച്ച് തല്ലി പുറത്താക്കി പടിയടച്ച് പിണ്ടം വയ്ക്കാതെ മനുഷ്യൻ നേരെയാവില്ല അമ്മേന്ന് പറഞ്ഞു. അഹം മമാഭിമാനോത്ഥൈര്യ കാമലോഭാദിഭിർമലൈ വീതം യഥാ മനഃശുദ്ധം. അപ്പൊ മനസ്സ് ശുദ്ധമാവും. അദുഃഖം അസുഖം സമം. അപ്പൊ സുഖദുഃഖങ്ങൾ സമമാവും, ഇല്ലാണ്ടാവും. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവവും കാമക്രോധാദികളായിട്ടുള്ള വികാരങ്ങളുമാണ് നമ്മളെ, നമ്മുടെ മനസ്സിനെ മലീമസമാക്കുന്നത്, പ്രക്ഷുബ്ധമാക്കുന്നത്, നിയന്ത്രണാതീതമാക്കുന്നത്. നമുക്ക് ഏത് വികാരം വന്നാലും മെന്റൽ കൺട്രോൾ പോവും. അമിതമായിട്ട് സന്തോഷം വന്നാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കണില്ലേ ആൾക്കാർ? അമിതമായിട്ട് സന്തോഷം വന്നിട്ടാ. അമിതമായിട്ട് ദുഃഖം വന്നാലോ അപ്പോഴും പ്രശ്നമാണ്. പെട്ടെന്ന് പേടിച്ചാലോ അപ്പോഴും പ്രശ്നമാണ്. സന്തോഷം വന്നാലും, സന്താപം വന്നാലും, ഭയം വന്നാലും, ക്രോധം വന്നാലും നമ്മുടെ മെന്റൽ ബാലൻസ് പോവും. അപ്പോൾ ഈ വികാരങ്ങളാണ് മനസ്സിനെ പ്രശ്നമാക്കി തീർക്കുന്നത്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവങ്ങളും അവയുടെ സന്തതികളായ കാമക്രോധാദികളുമാണ് അമ്മേ മനസ്സിനെ അശുദ്ധമാക്കുന്നത്. അശുദ്ധമായ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ ശുദ്ധമായ മനസ്സുകൊണ്ടേ പറ്റുള്ളൂ. അപ്പൊ എന്ത് വേണം? ഒരു മനുഷ്യന് വേണ്ടത് ശ്രേയസ്സാണ്, നമ്പർ 1. അതിന് സുഖദുഃഖങ്ങൾ ഇല്ലാതാവണം, നമ്പർ 2. അതിന് ബാഹ്യവിഷയങ്ങളെ കൊണ്ടുവരുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, നമ്പർ 3. ഈ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം, 4. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ മനസ്സ് ശുദ്ധമാവണം, 5. ഇനി ആ മനസ്സ് എങ്ങനെ ശുദ്ധമാക്കാം? ഇത്തരത്തിലുള്ള വികാരങ്ങൾ ഒഴിവാക്കണം. മനസ്സിനെ ശുദ്ധമാക്കിയാലേ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഈ മനസ്സിനെ എങ്ങനെയാ നിയന്ത്രിക്കുക? നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ലോകത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരേ ഒരു സാധനം നമ്മുടെ മനസ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ മനസ്സ് എപ്പോഴാ മാറുക എന്ന് പറയാൻ പറ്റില്ല. പഞ്ചമസ്കന്ധത്തിൽ പറയും, ലോകത്തിൽ എന്തിനെ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, കരിങ്കല്ലിനെ വരെ വിശ്വസിക്കാം. വിശ്വസിക്കാൻ കൊള്ളാത്തത് കരിങ്കല്ല് പോലുള്ള നമ്മുടെ മനസ്സാണ്. നല്ലവൻ ചീത്തയാവാനും ചീത്തവൻ നല്ലവനാവാനും 1 സെക്കൻഡ് പോലും വേണ്ട. അപ്പൊ ആ മനസ്സാണ് പ്രശ്നം. എന്താ കുഴപ്പമെന്നറിയോ?
ഈ കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, തൊക്കുകൊണ്ട് സ്പർശിക്കുന്നത് എനിക്ക് വേണം എന്ന ബോധം. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പശ, അഡ്ഹസീവ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. തൊട്ടാലൊട്ടിയാണോ? കണ്ണുകൊണ്ട് കാണുന്നത് അവിടെ പിടിക്കും, തൊക്കുകൊണ്ട് സ്പർശിക്കുന്നത് ഇവിടെ പിടിക്കും. ഇങ്ങനെ തൊട്ടാൽ ഒട്ടുന്ന സാധനമാണ്. ഫെവിക്കോളോ ഫെവിക്വിക്കോ ക്യൂഫിക്സോ ഒന്നും അല്ല ലോകത്തിലെ ഏറ്റവും വലിയ പശ. നമ്മുടെ മനസ്സ് തന്നെയാണ്. മനവേവ മനുഷ്യാണ് കാരണം ബന്ധമോക്ഷയോ. മൈത്രായണ ഉപനിഷത്ത് പറയും, മനസ്സാണ് കുഴപ്പക്കാരൻ. ആ മനസ്സ് നമുക്ക് താല്പര്യമുള്ള വസ്തുവാണോ അതിൽ ചെന്ന് ഒട്ടും, പിന്നെ മനസ്സ് അതിൽ നിന്ന് വലിയില്ല. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു മിഠായി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ പേര് പല്ലൊട്ടി എന്നാണ്. ആ മിഠായി തിന്നു കഴിഞ്ഞാൽ പല്ലും കൂടെ ഒട്ടിപ്പിടിക്കും. പിന്നെ അത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ കമ്പിയോ ഈർക്കിലിയോ തീപ്പെട്ടിക്കുള്ളിയോ എന്തെങ്കിലുമൊക്കെ വേണം. ഇതേപോലെയാണ് നമ്മുടെ മനസ്സ്. തൊട്ടാൽ ഒട്ടും, പിന്നെ അത് ഇവിടെ വലിച്ചെടുക്കണമെങ്കിൽ വലിയ വിഷമം. അപ്പൊ നമ്മളെ ഈ സംസാരത്തിൽ ബന്ധിപ്പിക്കുന്നത്, ബന്ധനസ്ഥനാക്കുന്നത്, ബദ്ധനാക്കുന്നത്, ഒട്ടലുണ്ടാക്കുന്നത് എന്താ? ഈ മനസ്സാണ് പ്രശ്നം. ആ മനസ്സിനെ ശാന്തമാക്കിയാലേ നടക്കുള്ളൂ. ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ പറഞ്ഞതുപോലെ നമുക്കൊക്കെ ചക്കപ്പഴം തിന്നാൻ വളരെ ഇഷ്ടമല്ലേ? പക്ഷേ ചക്ക വെട്ടണ നേരത്ത് അറിവുള്ളവർ പറയും തോന്നിയ മാതിരി ചക്ക വെട്ടരുതെന്ന്. ചക്ക വെട്ടി മുറിക്കുമ്പോഴാണ് ആ വെട്ടോത്തീമേ നിറച്ച് പശ. ഇനി 14 മാർഗം. അപ്പൊ കയ്യുമേ, ആ കയ്യുമേ ആ നേരത്തെ തല ചൊറിയണത്, അപ്പൊ തലയിലായി. ഈ പല കളയാൻ വേണ്ടിയിട്ട് മുണ്ടുമ തേച്ചു, അപ്പൊ മുണ്ടുമേ. ഇപ്പൊ എവിടെയാ? തൊട്ടയെടുത്ത് മുഴുവൻ ഇങ്ങനെ ഒട്ടുക. അറിവുള്ളവർ പറയും അതിന് പകരം കുറച്ച് വെളിച്ചെണ്ണ കയ്യുമ്പോൾ പുരട്ടിയിരുന്നെങ്കിലോ. ഒരു സ്ഥലത്തും ഒട്ടില്ല. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് എന്നർത്ഥം. മനവേവ മനുഷ്യാണ് കാരണം ബന്ധമോക്ഷയോ. ഈ ബന്ധമോക്ഷങ്ങൾക്ക് കാരണം ഈ മനസ്സ് തന്നെയാണ്. അപ്പൊ ആ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സ് ശുദ്ധമാവണം. അഹം മമതാ ബോധങ്ങളും കാമക്രോധാദികളും ഇല്ലാതാവണം. എന്നാലേ മനസ്സ് ശുദ്ധമാവുള്ളൂ. ഈ മനസ്സ് ശുദ്ധമാവാൻ എന്താ മാർഗം? നാരായണീയത്തിൽ പട്ടേരിപ്പാട് പറഞ്ഞു, മതിരിഹ ഗുണസക്ത ബന്ധകൃത് തേഷു അസക്താതു അമൃതകൃത്. പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ ആസക്തി വന്നാൽ, ഒട്ടൽ വന്നാൽ അവൻ ബദ്ധനായി തീരുന്നു. അതിനു പകരം അതിന് ആസക്തി ഇല്ലെങ്കിലോ, നിസ്സംഗനാണെങ്കിലോ അവൻ മുക്തനായി തീരുന്നു. ഇന്നലെ പറഞ്ഞില്ലേ, പത്മപത്രം ഇവ അംഭസ, താമരയിലയിലെ വെള്ളം പോലെയാവണം. 365 ദിവസവും 24 മണിക്കൂറും വെള്ളത്തിൽ നിൽക്കുന്ന താമരയിലയെ നനയ്ക്കാൻ ആ വെള്ളത്തിന് സാധിക്കുന്നില്ല. ഇതുപോലെ ഈ സംസാരത്തിൽ എന്തെല്ലാം നടന്നാലും ആത്മസ്വരൂപിയായിരിക്കുന്ന എന്നെ ഇതൊന്നും ബാധിക്കണതല്ല എന്ന് ബോധിച്ചാൽ മതി, എന്ന് ഉറപ്പ് വന്നാൽ മതി. അപ്പൊ നിസ്സംഗനായിട്ട് മാറാം. ഈ ഉറപ്പ് എങ്ങനെ കിട്ടും? ഈ ഡിറ്റാച്ച്മെന്റ്, മമത, നിരാസം, നിസ്സംഗത എങ്ങനെയാ വരിക? പട്ടേരിപ്പാട് പറഞ്ഞു, ഉപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം. ഭക്തിയോഗം കൊണ്ട് ആസക്തിയെ, ഈ മമതാബന്ധത്തിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. നിസ്സംഗത ശീലിക്കണമെങ്കിൽ, മമതാ നിരാസം വരണമെങ്കിൽ, ഡിറ്റാച്ച്മെന്റ് വരണമെങ്കിൽ, ഈ സംസാരത്തിൽ ഒട്ടലില്ലാതെ വരണമെങ്കിൽ ഭക്തിയോഗം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ ഭക്തിയോഗം ഏതസ്മാത് അപരം കിഞ്ചിൽ മനഃശുദ്ധി ന വിദ്യതേ. മഹാത്മ്യത്തിൽ കാണും. മനസ്സിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ, ആ മനസ്സ് ശുദ്ധമാവണമെന്നുണ്ടെങ്കിൽ ഭക്തിയോഗം ശീലിക്കുക മാത്രമേ മാർഗമുള്ളൂ. ആ ഭക്തിയോഗം ശീലിച്ചു കഴിഞ്ഞാൽ മനസ്സ് നമുക്ക് ശുദ്ധമാക്കാം. ഉപരുന്ധേ ഭക്തിയോഗസ്തു സക്തി. വേറെ ഒരു മാർഗം കൊണ്ടും നമുക്ക് മനസ്സിനെ ശുദ്ധമാക്കാൻ പറ്റില്ല. വേറെ എന്തു ക്വാളിറ്റി ഉണ്ടെങ്കിലും നമുക്ക് അഹംബോധം വരും. അപ്പൊ ഭക്തി എന്നുകൊണ്ട് മാത്രം. എന്താണ് ഭക്തി? അനേകം വ്യാഖ്യാനങ്ങളുണ്ട്.
നേരത്തെ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും ചെന്ന് ഒട്ടിപ്പിടിക്കണം മനസ്സിനെന്ന് നിർബന്ധ. ഗ്രഹണി പിടിച്ച പിള്ളേരുടെ പോലെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ തിന്നോണ്ടിരിക്കണം. നമുക്കൊന്നും ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഉറപ്പാത് ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന കുരങ്ങനെ പോലെയാ. ഇപ്പൊ ഭഗവാന്റെ കഥകൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഇനിയിപ്പോ ഉച്ചയ്ക്ക് വീട്ടിൽ ചെന്നപ്പോ എന്താ ചെയ്യുക? എന്നാ വീട്ടിലെ കാര്യം ചിന്തിക്കൂ. അപ്പോൾ ഓഫീസിലെ കാര്യം ചിന്തിക്കും. ഈ ലീവ് കഴിഞ്ഞാൽ ചെന്നിട്ട് ഓഫീസിൽ എന്തൊക്കെയാണോ ഉണ്ടാവുക, എന്നാൽ ഓഫീസിലെ കാര്യം ചിന്തിക്കൂ. അപ്പോൾ മക്കളുടെ കാര്യവും, മക്കൾ എന്തൊക്കെയാണാവോ ചെയ്യണേ? ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടി ചാടി പോകുന്ന കുരങ്ങനെ പോലെയാണ് ഈ മനസ്സ് എന്ന് പറയുക. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കില്ല. പണ്ട് ഒരു സരസനായ ഒരാളോട് വേറൊരു വ്യക്തി ചോദിച്ചു, മനസ്സമാധാനം കിട്ടാൻ എന്താ മാർഗം എന്ന്, ഈശ്വരനെ ഉപാസിക്കാൻ ശ്രദ്ധ കിട്ടാൻ എന്താ മാർഗം എന്ന്. ഈ സരസനായ ആൾ പറഞ്ഞു, കുരങ്ങനെ വിചാരിക്കാണ്ടിരുന്നാൽ മതി. പിന്നെ അവൻ്റെ മനസ്സിൽ നിന്ന് കുരങ്ങൻ പോവോ? എന്തോ അയാൾ ഓർക്കരുതെന്ന് പറഞ്ഞല്ലോ, അതാ ഓർക്കുക. എന്തിനാ ഓർക്കരുതെന്ന് പറഞ്ഞു? ഇതാണ് കുഴപ്പം. പണ്ടൊരു വിദ്വാൻ അമ്പലത്തിന്റെ പുറത്തു നിന്നിട്ടേ, പുറത്തുനിന്ന് ഗോപുരത്തിന്റെ പുറത്തുനിന്ന് തൊഴുക. അപ്പോൾ പരിചയക്കാരനൊരാൾ അകത്തുനിന്ന് തൊഴുതിട്ട് പുറത്തേക്ക് വന്നു. താനെന്താ പുറത്തുനിന്ന് തൊഴണേ? തനിക്ക് വല്ല അശുദ്ധിയോ പേലയോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, എനിക്ക് പുറത്തുനിന്ന് തൊഴുക സുഖം. എന്നാലും തനിക്ക് അകത്ത് പൊക്കൂടോ? ഇത്രയും നല്ല ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത്ര ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുക, അതൊക്കെ താൻ പറയണൊക്കെ ശരിയാ. പക്ഷെ ഞാൻ പുറത്തുനിന്നേ തൊഴുള്ളൂ, എനിക്ക് പുറത്തുനിന്ന് തൊഴുതാലാ സുഖം കിട്ടുക. അതെന്താ അകത്തേക്ക് പോകാൻ എന്താ നിനക്ക് കുഴപ്പം? ആരെങ്കിലും തനിക്ക് ശത്രുക്കളുണ്ടോ? കടക്കരുന്നുണ്ടോ? ഇല്ല, ഞാൻ പുറത്തുനിന്ന് തൊഴുതാ, എനിക്ക് അതാ ഇഷ്ടം. എന്തായാലും കാര്യം പറയണോ? അയാൾ പറഞ്ഞു, എൻ്റെ കാലുമ കിടക്കണത് 899 രൂപ 95 പൈസയുടെ ബാറ്റാച്ച് ഇരിപ്പാണ്. ആ ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും എന്താ? എൻ്റെ ബാറ്റാച്ചെരുപ്പ് ആരെങ്കിലും കൊണ്ടുപോകുമെന്നാണ് അല്ലേ? അപ്പോൾ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ബാറ്റാച്ചെരുപ്പിനെ ധ്യാനിക്കണേക്കാ ഭേദം ബാറ്റാച്ചെരുപ്പ് ഇട്ടുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കാന്നാണ്. മനസ്സിൽ ഭഗവാൻ വരിക വേണ്ടത്. അപ്പോൾ മനസ്സിൽ എന്താണോ തെളിയണത് അതാണ് കാര്യം. അപ്പൊ ഈ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. അത് ഭക്തിയോഗം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരന് എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുക. കായേന വാച മനസേന്ദ്രിയർവ, സകലതും ഈശ്വരനിൽ സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുക. ഭക്തി സമദർശനം. അപ്പൊ എല്ലാം ഈശ്വരനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള ഭഗവാനോടുള്ള ആസക്തി. നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിന് എവിടെയെങ്കിലും ചെന്ന് ഒട്ടിപ്പിടിക്കണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ആ മനസ്സാകുന്ന ആ സ്റ്റിക്കർ എൻ്റെ പാദത്തിൽ ഒട്ടിച്ചോളൂ. നമ്മൾ വീട്ടിൽ ഒട്ടിക്കാറില്ലേ? ശ്രീ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം, കൊടുങ്ങല്ലൂരമ്മ ഈ ഗൃഹത്തിൻ്റെ ഐശ്വര്യം, സ്റ്റിക്കർ ഒട്ടിക്കാറില്ലേ? ഇതേപോലെ എവിടെയും ഒട്ടുന്ന സ്റ്റിക്കറാകുന്ന മനസ്സ് എൻ്റെ പാദത്തിൽ ഒട്ടിക്കൂ. ഭക്തിയാകുന്ന സ്റ്റിക്കർ കൊണ്ട് ഒട്ടിക്കൂ. ഭക്തി കൊണ്ട് മാത്രമേ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. വേറെ ഒരു യോഗ്യത കൊണ്ടും മനസ്സ് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കില്ല. സകല ചരാചരങ്ങളിലും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാത്തിനെയും വന്ദിക്കാനുള്ള ഒരു ഭാവം. അപ്പൊ എന്തുണ്ടാവണോ? എൻ്റെ എന്നുള്ള ആ ഭാവം ഇല്ലാതാവുമ്പോഴാണ് ആനന്ദാവസ്ഥ ഉണ്ടാവുക. എൻ്റെ എന്നുള്ള ഭാവം ഇല്ലാതെ കഴിഞ്ഞാൽ ആനന്ദാവസ്ഥ ഉണ്ടാവും. പണ്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു മാഗസീനിലെ കളിക്കൊടുക്കോ മാജിക് പോട്ടോ അങ്ങനെയുള്ള ഏതൊരു മാഗസീനിൽ കണ്ട ചെറിയൊരു കഥ, ഒരു മിനിക്കഥ അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഭഗവാൻ ശ്രീബുദ്ധൻ്റെ അടുത്ത് ചെന്ന് ഒരു സ്ത്രീ പറഞ്ഞു, അങ്ങ് ഭഗവാനാണല്ലോ, എനിക്ക് ഒരു കാര്യം വേണം. എന്താ? ഇംഗ്ലീഷിലാണ് കേട്ടോ എഴുതിയേക്കുന്നത്. 3 വാക്കേ ഉള്ളൂ. ഭഗവാനോട് ആ സ്ത്രീ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഐ വാണ്ട് ഹാപ്പിനെസ്. ഇതാണ് പറഞ്ഞത്, ഐ വാണ്ട് ഹാപ്പിനെസ്. എനിക്ക് സുഖം വേണം. ഭഗവാൻ പറഞ്ഞു, ആദ്യത്തെ വാക്കങ്ങോട്ട് വെട്ടിക്കളയും. എന്ത്? ഐ, അതങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ മതി. പിന്നെന്തായി? വാണ്ട് ഹാപ്പിനെസ്. രണ്ടാമത്തെ വാക്കും കൂടി വെട്ടിക്കളയൂ. വാണ്ടും വെട്ടി. അപ്പൊ എന്തായി? ഹാപ്പിനെസ്. അപ്പൊ ഹാപ്പിനെസ് കിട്ടാൻ എന്താ മാർഗം? ഐ വാണ്ട്, ഐ വാണ്ട്, ഐ വാണ്ട്. ഇത് ഇല്ലാട്ടിരുന്നാൽ മതി എന്നാണ്. അപ്പൊ ഐ വാണ്ട് എന്നുള്ളത് വെട്ടിക്കളഞ്ഞാൽ
ഹാപ്പിനെസ് ആയി എന്നർത്ഥം. എത്ര സിമ്പിളായിട്ട് ആ ഭാഗവതം പറഞ്ഞു. അഹം മമാഭിമാനോത്ഥൈ കാമലോഭാദിഭിർമലൈ വീതം യഥാ മനഃശുദ്ധം അദുഃഖം അസുഖം സമം. ഇതാണ് മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഭക്തിയോഗം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. സകല ചരാചരങ്ങളിലും ഭഗവാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയ്ക്കാണ് ഭക്തി എന്ന് പറയുക. കായേന വാച മനസേന്ദ്രിയർവ എല്ലാം ഭഗവാങ്കൽ സമർപ്പിക്കാറാവണം. അങ്ങനെ സമർപ്പിക്കുമ്പോൾ മനസ്സ് ശുദ്ധമാവും. അപ്പം ഒരു മനുഷ്യന് വേണ്ടത് ശ്രേയസ്സാണ്. അതിന് സുഖദുഃഖങ്ങൾ ഇല്ലാതാവണം. അതിന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അതിനെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം. അതിന് മനസ്സ് ശുദ്ധമാവണം. മനസ്സ് ശുദ്ധമാവാൻ വികാരങ്ങൾ ഇല്ലാതാവണം. അതിന് ഭക്തിയോഗം ശീലിക്കണം. ഈ ഭക്തി എവിടുന്നാ കിട്ടുക? 500 നോട്ടും കൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചു കയ്യപ്പെട്ടെന്നാ ഭക്തി കിട്ടുക എന്ന്. ബസ് സ്റ്റാൻഡിലോ മാളിലോ റെയിൽവേ സ്റ്റേഷനിലോ നീഞ്ചന്തയിലോ എയർപോർട്ടിലോ എവിടെ ചെന്നാലാ കിട്ടുക നമുക്ക് ഭക്തി? ഇങ്ങനെ കാശ് കൊണ്ട് നടന്നാൽ കിട്ടുന്ന സാധനമല്ല ഭക്തി എന്ന് പറയണത്. പിന്നെ എങ്ങനെ ഭക്തി കിട്ടും? മഹദനുഗമലഭ്യാ ഭക്തി. സജ്ജന സംസർഗം കൊണ്ട് മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ. ഉറപ്പാണ്. സജ്ജന സംസർഗം കൊണ്ടേ കിട്ടുള്ളൂ. ഭഗവാന്റെ കഥകൾ പറയുന്ന, കേൾക്കുന്ന, അനുസ്മരിക്കുന്ന, ഭഗവത് ലീലകളിൽ മുഴുകിക്കിടക്കുന്ന ജനങ്ങളുമായിട്ട് നിരന്തരം ഇടപഴകുമ്പോൾ മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന രീതിയിൽ നമുക്കും ഭക്തി ഉണ്ടാവും. നമ്മുടെ മുഖത്തുനിന്ന് വരുന്നതും ഭക്തിയാവും. നമ്മുടെ ഉള്ളിൽ നിറയുന്നതും ഭക്തിയാവും. ഭഗവാനല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് അറിയണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? വൃന്ദാവനത്തിൽ പോവുക. വൃന്ദാവനത്തിൽ പോയിട്ടുള്ള എത്ര പേരുണ്ടെന്ന് കൈവെക്കൂ. ഇവിടെ അയ്യോ ഇത്രയും പേരെ പോയിട്ടുള്ളൂ. കൊടുങ്ങല്ലൂരിൽ നിന്ന് ശൃംഗപുരത്തുണ്ടായിട്ട്. അത് പോരാട്ടോ, എല്ലാവരും പോകണം. ഒരു പ്രാവശ്യമെങ്കിലും പോകണം. ജീവിതത്തിൽ കാണാൻ വിറ്റു ഓണം ഉണ്ണണമെന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ വൃന്ദാവനം നമ്മൾ സന്ദർശിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥാണ്. ദശമസ്കന്ധത്തിനെ ശ്രീകൃഷ്ണ ലീലകളെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, ആനന്ദം എന്താണെന്ന് അറിയണമെങ്കിൽ, സജ്ജന സംസർഗം എന്താണെന്ന് അറിയണമെങ്കിൽ, ഭക്തി എന്താണെന്ന് അറിയണമെങ്കിൽ വൃന്ദാവനത്തിൽ പോകണം. എന്താണെന്നറിയോ? ആ വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെ മുഖത്തു നിന്നും ഏതൊരു വികാരം വന്നാലും ഒറ്റ വാക്കേ ഉള്ളൂ: രാധേ 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 രാധേ. സന്തോഷം വന്നാലും, സന്താപം വന്നാലും, കാമം വന്നാലും, ക്രോധം വന്നാലും, ഭയം വന്നാലും, എന്ത് വന്നാലും ഉള്ളിൽ നിന്ന് വരുന്ന വാക്ക് രാധേ 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 എന്നാണ്. അവിടെ ഗുഡ് മോർണിംഗ് ഇല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ഇല്ല, ഗുഡ് ഈവനിങ് ഇല്ല, നമസ്തേ ഇല്ല, ഹരേ കൃഷ്ണ എന്ന് പോലും ഇല്ല. രാധേ രാധേ എന്നേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ നമ്മളും പറയും രാധേ രാധേ എന്ന്. ശബരിമലയ്ക്ക് മാലയിട്ട ആൾക്കാരെ സ്വാമി 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 എന്ന് വിളിക്കുന്നത് പോലെ അവിടെ എല്ലാവരും ആൺ പെൺ വ്യത്യാസമില്ലാതെ ആബാലവൃദ്ധൻ ജനങ്ങളെ സംബോധന ചെയ്യുന്നത് രാധേ രാധേ എന്നാണ്. അവിടെ ചെന്നാൽ നമ്മളും രാധേ 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 എന്ന് പറഞ്ഞു നടക്കും. കൊടുങ്ങല്ലൂർ വന്നിട്ട് ബസ് ഇറങ്ങിയ താമസം ഹലോ നാക്കുകയും രാധ അവിടെ വിട്ടിട്ട് പോകുന്നു വൃന്ദാവനത്തിൽ. എന്താ കാരണം? അവിടെ സജ്ജനങ്ങളാണ്. ഭക്തർ നൃത്യതി. സദാസമയത്ത് ഭക്തി ദേവി നൃത്തം ചെയ്യുന്ന വൃന്ദാവനത്തിൽ എത്തുമ്പോൾ നമുക്കും രാധേ രാധേ എന്നുള്ളത് പറയാൻ പറ്റും. ഇതുപോലെ സജ്ജന സംസർഗം കൊണ്ട് നമുക്ക് ആ സജ്ജന സംസർഗം കൊണ്ട് ഭക്തി ഉണ്ടാവാൻ സാധിക്കും. സജ്ജന സംസർഗം കൊണ്ടേ ഭക്തി ഉണ്ടാവുള്ളൂ. ഉപരുന്ധേ ഭക്തി യോഗസ്തു സക്തി. അപ്പോൾ മനസ്സിനെ ശുദ്ധമാക്കാൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ ഭക്തിയോഗമേ സാധിക്കുള്ളൂ. ആ ഭക്തിയോഗം സജ്ജന സംസർഗം കൊണ്ടേ സാധിക്കുള്ളൂ. ഇനി ആരാ സജ്ജനം? എങ്ങനെ അറിയാം ഈ സജ്ജനങ്ങളെ കണ്ടാൽ? ഗുരുവായൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, പാലക്കാട് എന്നൊക്കെ ബോർഡ് എഴുതി, ബസ്സിന് ബോർഡ് എഴുതി വെച്ചേക്കണ പോലെ നെറ്റീമ എഴുതി വെച്ചിട്ടുണ്ടാവുമോ സജ്ജനം എന്ന്? അതുണ്ടാവില്ല, ഉറപ്പാ. പിന്നെ സജ്ജനങ്ങളുടെ ലക്ഷണം എന്താ? ഭസ്മക്കുറി, ചന്ദനക്കുറി, കുങ്കുമപ്പൊട്ട്, രുദ്രാക്ഷമാല, അല്ലേ? അതുമല്ല അമ്മേ, ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള വേഷം കെട്ടാ. യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ നിന്ന് വരണം. ആ സജ്ജനങ്ങളുടെ ലക്ഷണം എന്താ? തിതിക്ഷവ.
ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. തിരിക്ഷ എന്ന് പറയുന്നത് ടോളറൻസ്, സഹിഷ്ണുത. വന്ദിച്ചാലും നിന്ദിച്ചാലും ഒരേപോലെ ആവണം. നമുക്ക് പറ്റുമോ അത്? അയാൾ തമ്പുരാന്റെ സപ്താഹം ഉണ്ടല്ലോ, എന്ത് രസാന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുക, ഹൈ ഹീൽഡ് ചെരുപ്പമ്മ. വേറെ ആൾ അപ്പുറത്ത് അയ്യോ ബോറടിച്ചിട്ട് വയ്യ എന്ന വർത്താനം, എൻ്റെ തല താഴെ. ഇത് രണ്ടും വേണ്ടെന്ന്. വന്ദിച്ചാലും നിന്ദിച്ചാലും ഇതൊന്നും എന്നെ ബാധിക്കണതല്ല. തിതിക്ഷവ. തിതിക്ഷ എന്ന് പറഞ്ഞാൽ സഹനം സർവ്വദുഃഖാനാം അപ്രതീകാരപൂർവകം. ആരോടും പ്രതികാരമോ ദേഷ്യമോ അസൂയയോ ക്രോധമോ ഒന്നും കൂടാതെ ആ ദുഃഖത്തിനെ സഹിക്കാനുള്ള കഴിവ്, ദ്വന്ദ്വങ്ങളെ സഹിക്കാനുള്ള കഴിവിനെയാണ് തിതിക്ഷ എന്ന് പറയുക. കാരുണിക, എല്ലാവരോടും കാരുണ്യമുണ്ടാവുക. സുഹൃദ സർവദേഹിനാം, സർവചരാചരങ്ങളോടും സ്നേഹമുണ്ടാവുക. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. സ്നേഹിക്ക ഉണ്ണനീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന ഭാവമുണ്ടാവുക. സുഹൃദ സർവദേഹിനാം. ആരാ ഈ സുഹൃത്ത്? സുഹൃത്താരാ? അതേ മിനിഞ്ഞാന്നും കൂടെ ടി വിയിൽ കണ്ടു, മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കുത്തിക്കൊന്നു. സുഹൃത്താണെങ്കിൽ കുത്തിക്കൊല്ലുവോ? ആ വാക്കിന്റെ അർത്ഥം അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രലപിക്കണ ആൾക്കാർ. ആരാ സുഹൃത്ത്? സുഹൃത്തെന്ന നല്ല മനസ്സുള്ളവൻ, നിർമ്മല ഹൃദയൻ, പരിശുദ്ധനായ അന്ധക്കരണമുള്ളവൻ എന്ന വാക്കിന്റെ അർത്ഥം. അവൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ? ഇതാണ് വാക്കുകളൊക്കെ നമ്മൾ അപകടമായിട്ടാണ് പ്രയോഗിക്കണേ. തോളത്ത് കൈയിട്ട് നടക്കുന്നവനല്ല സുഹൃത്ത്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഹൃദയമുള്ളവൻ, നിർമ്മലമായ അന്ധകരണമുള്ളവൻ എന്നാ. സുഹൃത സർവദേഹിന സർവഭൂത സുഹൃശാന്ത സവൈ ഭാഗവതോത്തമ. എല്ലാത്തിലും ഈശ്വരനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുവിലുമുണ്ട് എന്ന് ഭഗവാനെ മനസ്സിലാക്കുന്ന അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന ഉപനിഷത് വാക്യം പോലെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണെന്ന് മനസ്സിലാക്കുന്നവരാണ് സജ്ജനങ്ങൾ. ഇങ്ങനെ ഉള്ള ആ ആൾക്കാര് അജാതശത്രവ, അവർക്ക് ശത്രുഭാവമില്ല, ആരോട് ശത്രുതയില്ല. മദാശ്രയ, എന്നെ ആശ്രയിച്ചിരിക്കുന്നവര്, കഥാമൃഷ്ട, എൻ്റെ കഥകളിൽ മുഴുകിയിരിക്കുന്നവര്, ശൃണ്വന്തി, കേൾക്കുന്നവര്, കഥയന്തിക, പറയുന്നവര്, എൻ്റെ കഥകൾ കേൾക്കുകയും പറയുകയും അനുസ്മരിക്കുകയും അനുസന്ധാനം ചെയ്യുകയും ചെയ്ത് എന്നെ ആസ്വദിക്കുന്നവരാണ് സജ്ജനങ്ങൾ. ആ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടാവുക, നിരന്തരമായിട്ട് സജ്ജന സംസർഗം. അതുകൊണ്ടാണ് ശൃംഗവരത്ത് മഹാദേവൻ പറഞ്ഞത് പാർവതി ദേവിയോട്, അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമ. 12ാമത്തെ സ്കന്ധത്തില് 10ാമത്തെ അധ്യായത്തിൽ കാണാം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ലാഭം സജ്ജന സംസർഗമാണ്. ആ സജ്ജന സംസർഗം ഉണ്ടായാൽ എന്താ മെച്ചം? സതാം പ്രസംഗാൽ, സതാം സജ്ജനങ്ങളുമായുള്ള പ്രസംഗാൽ. എന്താ പ്രസംഗം? ഈ മൈക്കിന്റെ മുമ്പിൽ ചെയ്യുന്ന അധര വ്യായാമത്തിനല്ല പറയുക. പ്രസംഗം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ സംഘം, നല്ലതായ ചേർച്ച. സജ്ജനങ്ങളുമായിട്ടുള്ള അത്രയും ഇൻറ്റിമസി വന്നാൽ സജ്ജനങ്ങളായിരിക്കണം കേട്ടോ. സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ അവര് എൻ്റെ കഥകളെ പറയാൻ തുടങ്ങും. രണ്ട് ഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അടുത്ത സപ്താഹം എവിടെ എന്നാ ചോദിക്കുക. ഭഗവത് കഥകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുക. അങ്ങനെ എൻ്റെ കഥകളെ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുന്ന ആ ആൾക്കാരുടെ അടുത്ത് ചെന്നാൽ ഭവന്തി ഹൃൽ കർണരസായന കഥ. ആ കഥകൾ കേൾക്കുമ്പോൾ ഹൃൽ കർണ രസായന, മനസ്സിനും ചെവികൾക്കും രസായനമായത്. രസായനം എന്ന ഹെൽത്ത് ടോണിക് എന്നർത്ഥം, പുഷ്ടിപ്പെടുത്തുന്നത്, മനസ്സിനെയും കർണങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കർണത്തിന് ആടകമാവണം, കർണാടകമാവണം. കർണാടകം എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിലുള്ള ലാംഗ്വേജിനല്ല, കർണത്തിന് ആടകമാവണം. അതാണ് കർണാടക സംഗീതം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സുഖമുള്ളത് എന്നർത്ഥം. അങ്ങനെ പറയുന്നവനും കേൾക്കുന്നവനും ഒരേപോലെ സുഖം. മിഥോരതി മിഥത്തുഷ്ടി. ഭഗവാന്റെ കഥകൾക്ക് മാത്രമേ പ്രത്യേകതകളുള്ളൂ. പറയുന്നവനും കേൾക്കുന്നവനും ഒരേപോലെ സന്തോഷം. തജ്ജോഷണ, അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി.
ലെൻഡ് മി യുവർ ഇയേഴ്സ് എന്ന് മാർക്ക് ആന്റണി പറഞ്ഞതുപോലെ നിങ്ങളുടെ ചെവികൾ തരൂ, ശ്രദ്ധിച്ചിരുന്നാൽ മതി. റേഡിയോന്റെ പരസ്യമില്ലേ, കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. എന്ത്? ഭഗവാന്റെ കഥ. മുഹുരഹോ 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 മുഹുരഹോ. ഭഗവാന്റെ കഥകൾ എപ്പോഴൊക്കെ കേൾക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ കേൾക്കുക. തജ്ജോഷണ, അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ശ്രവണം സർവധർമ്മേഭ്യോ വരം. ഭാഗവതം പറയലല്ലാട്ടോ കേമത്വം, ഭാഗവതം പാരായണം ചെയ്യലല്ലാട്ടോ കേമത്വം, കേട്ടുകൊണ്ടിരിക്കുന്നതിനാ ഫസ്റ്റ് റാങ്ക്. ഭാഗവതം പറയുന്നതും പാരായണം ചെയ്യുന്നതും മോശമാണെന്നല്ല, അതിനേക്കാളും സൂപ്പർലേറ്റീവ് ശ്രവണമാണ്. ശ്രവണം സർവധർമ്മേഭ്യോ വരം. ഭഗവാന്റെ കഥകളാകുന്ന ഭാഗവതത്തിനെ കേൾക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദ പറഞ്ഞത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം എന്നാ പറഞ്ഞത്. നമ്പർ 1 ശ്രവണമാണ്. ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റണം. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നാൽ ആശു സ്പോണ്ടേനിയസ് ആയിട്ട് അപവർഗവർഗ്മനി മോക്ഷമാർഗത്തിലേക്ക് എത്തും. പണ്ട് ഒരു വിദ്വാൻ ഭാഗവത സപ്താഹം കേൾക്കാൻ പോയതുപോലെ ഒരു സ്ഥലത്ത് കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ട്. ഒരാള് സ്റ്റേജിൽ വരുന്ന എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ സംഭവം എന്നറിയാൻ അവിടെ ചെന്നു. ഭാഗവത സപ്താഹയജ്ഞം. എന്താ അവിടെ നടക്കണമെന്ന് ചോദിച്ചു അയാള്. ഇതിനെപ്പറ്റി ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഇത് ഭാഗവത സപ്താഹയജ്ഞ. എടുത്ത വഴികൾ ചോദിച്ചു, ഉച്ചയ്ക്ക് ശാപ്പാടുണ്ടോ എന്ന്. ഉണ്ട്, ഊണുണ്ട്. എന്നാ ഊണ് കഴിച്ചിട്ട് പോവാം. അവിടെ കയറി ഇരുന്നു. 10 മണി ആയിട്ടുള്ളൂ, 3 മണിക്കൂറെങ്കിലും കഴിയുള്ളൂ ഊണ് കഴിക്കാൻ. അവിടെ ഇരുന്ന് ആ കഥകൾ കേട്ടു. ആചാര്യൻ പറയുന്ന കഥകൾ കേട്ടു. ആ കഥകൾ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് അയാൾക്ക് തോന്നി ഇത് തരക്കേടിലുള്ള ഈ സാധനം, ഇതേവരെ കേൾക്കാത്ത കഥ, എന്തോ ഒരു പ്രത്യേകത, എന്തോ ഒരു പരിശുദ്ധി, എന്തോ ഒരു ആകർഷണീയത, എന്തോ ഒരു നൈർമല്യം, എന്തോ ഒരു സ്പെഷ്യാലിറ്റി. എന്താന്ന് പറയാൻ വയ്യ. മനസ്സിനെ പിടിച്ചിങ്ങനെ വലിക്കണത് പോലെ. നല്ല രസമുണ്ടല്ലോ. ഇതേവരെ കേട്ട ഒരു കഥ പോലെയല്ല, ഇതേവരെ കണ്ട ഒരു സിനിമ പോലെയല്ല, ഇതേവരെ വായിച്ച ഒരു പുസ്തകം പോലെയല്ല, എന്തോ രസകരമായിട്ടുള്ളതാണ്. എന്താ ഈ സാധനം? അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, ഇതാണ് ഭാഗവതം. ഈ കയ്യിലിരിക്കണതോ ഈ പുസ്തകത്തിലുള്ള സാധനമാണ് അയാൾ അവിടെ ഇരുന്ന് പറയണേ. അപ്പൊ ഈ സാധനം, ഈ പുസ്തകം എവിടെ കിട്ടും? അപ്പൊ ഇന്റർനെറ്റ് ബുക്ക് സ്റ്റോളിലോ, ദേവി ബുക്ക് സ്റ്റോളിലോ, അല്ലെങ്കിൽ പഞ്ചാംഗം ബുക്ക് സ്റ്റോളിലോ, അല്ലെങ്കിൽ ശാന്താ ബുക്ക് സ്റ്റോളിലോ, അങ്ങനെ ഏതെങ്കിലും ബുക്ക് സ്റ്റോളിൽ ചെന്നാൽ കിട്ടും. അത് അയാൾ മേടിച്ചു. അപ്പോൾ അയാൾക്ക് തോന്നി രസകരമായിട്ടുള്ളതാണല്ലോ, നാളെ ഉച്ചവരെ ഇരുന്നാലോ, രാവിലെ തൊട്ട് ഉച്ചവരെ വരെ ഇരുന്നാൽ എന്താ കുഴപ്പം? അടുത്ത ദിവസം അയാൾ ഉച്ചവരെ വന്നിരുന്ന് കേട്ടു. ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഉച്ചവരെ വന്നിരുന്ന് കേട്ട സമയത്താണ് ഇത് നല്ല രസം, ഫുൾ ഡേ ലീവ് എടുക്കായിരുന്നു എന്ന് തോന്നി അയാൾക്ക്. അടുത്ത ദിവസം അയാൾ തീരുമാനിച്ചു, ഇന്ന് ഏതായാലും ഓഫീസിൽ പോകണം. അടുത്ത ദിവസം ഫുൾ ഡേ ലീവ് എടുത്തിരുന്ന് കേട്ടു. 5-ാമത്തെ ദിവസമായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകളാണ് അവിടെ മുഴുവൻ പറയണത്. 4-5 തുള്ളിയെ കർണത്തിൽ വീണുള്ളൂ, പാദങ്ങൾ മണ്ണിലൂറയ്ക്കാതായി. അയാൾക്ക് സഹിക്കവയ്യ സന്തോഷം കൊണ്ട്. ഇത്ര രസകരമായിട്ടുള്ള ഒരു കഥ. ആ കയർക്കലം തല്ലി പൊളിച്ചിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട്, കള്ളക്കണ്ണീരൊലിപ്പിച്ച് യശോദമ്മ കെട്ടാനായിട്ട് നിന്ന കള്ളക്കണ്ണന്റെ ചിത്രം കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷം സഹിക്കവയ്യ. അയാൾക്ക് അപ്പോഴാ കുറ്റബോധം തോന്നിയത്. 1-2 ദിവസമല്ലേ എനിക്ക് കേൾക്കാൻ പറ്റിയുള്ളൂ. ഇനി ഈ സപ്താഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കേൾക്കാൻ പോകും. അടുത്ത സപ്താഹം എവിടെ? അയാൾ അന്വേഷിച്ച് നടന്നു. ഉച്ചയ്ക്ക് ഊണ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നിരുന്ന ആളാണ്, അയാളെ ശ്രദ്ധിച്ചിരുന്നതാണ്. അതെന്തായി? ആ കഥകളിൽ താല്പര്യമായി അയാൾക്ക്. ശ്രദ്ധയ്ക്ക് പ്രമോഷൻ കിട്ടി, രതി. ഇങ്ങനെ പല സപ്താഹ വേദികളിൽ അയാൾ ചെന്ന് കുറച്ച് എന്തായി? ഭാഗവത സപ്താഹം കേൾക്കാതെ, ഭാഗവത കഥകൾ കേൾക്കാതെ, ഭഗവാന്റെ കഥകൾ അനുസ്മരിക്കാതെ അയാൾക്ക് ജീവിക്കാൻ വയ്യ എന്ന അവസ്ഥയിലേക്ക് എത്തി. മത്സ്യാനാം ഉദകോ യഥ. മത്സ്യത്തിനെ പിടിച്ച് കരക്കിട്ട് കഴിഞ്ഞാൽ പ്രാണൻ കിട്ടാതെ പിടയ്ക്കും.
ഇതേപോലെ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം എന്ന അവസ്ഥയിലേക്ക് ഒരു ജീവാത്മാവ് എത്തും. മത്സ്യത്തിന് എപ്രകാരമാണോ വെള്ളം, ഇതുപോലെയാവും ഭാഗവതം. പ്രാണവായുവിനേക്കാൾ പ്രിയപ്പെട്ടത്. ഭാഗവതം വായിക്കാതെ, സപ്താഹം കേൾക്കാതെ, ഭഗവത് കഥകൾ അനുസ്മരിക്കാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥയ്ക്കാണ് അമ്മേ ഭക്തി എന്ന് പറയുക. ശാപ്പാട് കിട്ടാൻ പോയവൻ ഇപ്പൊ ഭാഗവതം എന്ന സമുദ്രത്തിൽ മുങ്ങി. ഭാഗവതം സമുദ്രത്തിൽ മുങ്ങിയാൽ ഇതേവരെ ആരും പൊങ്ങിയിട്ടില്ല. പിയൂഷപ്ലാവിദോഹം എന്നുള്ള മട്ടില് എല്ലാവരും അതിൽ മുങ്ങിക്കിടക്കുക. ഇതുപോലെയാവും ശ്രദ്ധ രതിർഭക്തിരനുക്രമിഷ്യതി. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായില്ലേ എങ്ങനെയാ ഭക്തി ഉണ്ടാവുക? സജ്ജനങ്ങളുമായിട്ട് സംസർഗം ഉണ്ടായാൽ മതി, കഥകൾ കേൾക്കാൻ ചെന്ന് ഇരുന്നാൽ മതി. എന്തെങ്കിലും വിഷമമുണ്ടോ? 3 നേരം ആഹാരവും ഇരുന്നുറങ്ങാൻ കസേരയും കൂടി തരുന്നുണ്ട് സംഘാടകര്. എന്നിട്ടും ആ സപ്താഹത്തിന് മുമ്പിലേക്ക് ചെല്ലില്ല വെച്ചാൽ അത് അവന്റെ തലവര എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ശ്രേഷ്ഠമായ മനുഷ്യജീവിതം കിട്ടി, എല്ലാവരുടെ സംവിധാനങ്ങളും ഉണ്ട്. അതൊക്കെ അങ്ങനെ ഉണ്ടാവും. സപ്താഹം എന്നൊക്കെ പറഞ്ഞാൽ നരജന്മങ്ങൾക്കുള്ളതാ, നരകേറിയ ജന്മങ്ങൾക്ക്. ഇതാണ് ചിന്താഗതി. റിട്ടയർ ചെയ്ത് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ് ശതാഭിഷേകം കഴിഞ്ഞ് ഒരു പണിയില്ലാണ്ടിരിക്കണം. ശരിക്കും സപ്താഹം നടക്കുന്നുണ്ട്, ഇപ്പൊ കളയാം. വാക്കെങ്ങനെ പോയി കളയാമെന്ന്. എന്ത് കളയണേ? കളയാനുള്ളതൊന്നും കളയില്ല. കളയേണ്ടത് എന്താ? ഉള്ളിലുള്ള അഹംമമ ഭാവങ്ങളാണ്, അത് പോവില്ല. ഇതാണ് മനുഷ്യന് പറ്റുന്ന കുഴപ്പം. കൗമാര ആചരിൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. പ്രഹ്ലാദൻ പറയും, അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അങ്ങനെ ആ ഭഗവാന്റെ ലീലകളെ നിരന്തരമായിട്ട് കേൾക്കണം. ശ്രദ്ധ രതിർഭക്തിരനുക്രമിഷ്യതി. ഇങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക. അങ്ങനെയാണ് ശ്രേയസിലേക്ക് എത്തുക. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചങ്ങലയിലെ കണ്ണികൾ പോലെ ഭഗവാൻ പറയുന്നു, ഒരു ജീവാത്മാവിന് വേണ്ടത് ശ്രേയസ് അഥവാ നിത്യാനന്ദം, ബ്രഹ്മാനന്ദം. അതിന് സുഖദുഃഖങ്ങൾ എന്ന ദ്വൈതങ്ങൾ ഇല്ലാതാവണം. അതിന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ആ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം. അതിന് മനസ്സ് ശുദ്ധമാവണം. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ വികാരങ്ങളുടെ രാഹിത്യം, വികാരങ്ങൾ ഒഴിവാവണം. വികാരങ്ങൾ ഒഴിവാവാൻ ആ ഭക്തിയോഗം ശീലിക്കണം. ഭക്തി ഉണ്ടാവാൻ സജ്ജന സംസർഗം വേണം. ഇങ്ങനെ 8 അംഗങ്ങൾ, ഭക്തിയുടെ അഷ്ടാംഗ യോഗമാണ് ഭഗവാൻ പറഞ്ഞത്. സജ്ജന സംസർഗത്തിലൂടെ ഭക്തി നേടി മനസ്സിനെ ആനന്ദത്തിലെത്തിക്കാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സത്സംഗലബ്ധയാ ഭക്തിയാ. സജ്ജന സംസർഗം കൊണ്ട് ലഭിക്കുന്ന ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അമ്മയ്ക്ക് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, സുഖമോ ദുഃഖമോ അല്ല ഒരു മനുഷ്യന് വേണ്ടത്, രണ്ടിനെയും ഇല്ലാതാക്കി ആനന്ദസ്വരൂപികളാണ് നമ്മൾ എന്ന് തിരിച്ചറിയണം. ആ ആനന്ദത്തിലെത്താൻ സജ്ജന സംസർഗം കൊണ്ടുള്ള ഭക്തിയാണ് വേണ്ടത്. ആ ഭക്തിയോടുകൂടി എൻ്റെ രൂപത്തിനെ ധ്യാനിക്കണം അമ്മേ. എൻ്റെ രൂപത്തിനെ ധ്യാനിക്കുകയാണ് വേണ്ടത്. ഭക്തിയോട് കൂടിയിട്ട് എന്നെ ഉപാസിക്കണം എന്ന് പറഞ്ഞു. ദേവഹൂതി ചോദിച്ചു, ഏത് രീതിയിലാണ് ഭഗവാനെ അങ്ങയെ ധ്യാനിക്കേണ്ടത്? ഭഗവാൻ പറഞ്ഞു, ആദ്യം സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കുക, സുഖാസനത്തിലിരിക്കുക. പത്മാസനോ വീരാസനോ ഏതാസനമാണ് നമുക്ക് സുഖം എന്നുള്ളത്? കസേരയമ്മയാണെങ്കിൽ കസേരയമ്മ, സോഫയിലാണെങ്കിൽ സോഫയിൽ, ചമ്പ്രം പടിഞ്ഞാണെങ്കിൽ അങ്ങനെ, വീരാസനത്തിലാണെങ്കിൽ അങ്ങനെ. പിന്നെ അനങ്ങരുത്, ശരീരം അങ്ങോട്ടും കൂടെ ഇളകരുതെന്ന്. ശരീരം ഇളകിയാൽ പ്രാണൻ ചലിക്കും, പ്രാണൻ ചലിച്ചാൽ മനസ്സ് ചലിക്കും. അതുകൊണ്ട് ആദ്യം ശരീരത്തിനെ ഉറപ്പിച്ചൊരു സ്ഥലത്തിരുത്തണം. എവിടെ ഇരുന്നാലാണ് നമുക്ക് ശ്രദ്ധ കിട്ടുക? കസേരമേ ആയിക്കോളൂ, ബെഡിലായിക്കോളൂ, എവിടെയായാലും കുഴപ്പമില്ല. പിന്നെ അനങ്ങരുത്. പിന്നീട് ആ പ്രാണായാമം കൊണ്ട് ശരീരത്തിലെ ദോഷങ്ങളെ കളയണം.
നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങൾ 95% പോകുന്നത് പ്രാണായാമത്തിലൂടെയാണെന്നാണ്. 95% നമ്മുടെ മാലിന്യങ്ങൾ പോകുന്നത് പ്രാണായാമത്തിലൂടെയാണ്. 3% മലമൂത്രങ്ങളിലൂടെ, 2% വിയർപ്പിലൂടെ. ഇതാണ് യോഗശാസ്ത്രം പറയുക. അപ്പോൾ പ്രാണന്റെ ആയാമം സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ട് ഇത്ര മാത്ര കൊണ്ട് വായുവിനെ ഉള്ളിലേക്ക് എടുക്കുക, അതിന് പൂരകം എന്ന് പറയുക. ഇത്ര മാത്ര കൊണ്ട് നമ്മുടെ ശ്വാസകോശത്തിൽ അതിനെ നിറച്ചു നിർത്തണം, അതിന് കുംഭകം എന്ന് പറയും. ഇത്ര മാത്ര കൊണ്ട് അത് പുറത്തേക്ക് വിടണം, അത് രേചകം എന്ന് പറയും. പൂരകുംഭക രേചകൈ. അത് ഒരു യോഗാചാര്യന്റെ നിർദ്ദേശപ്രകാരമേ ചെയ്യാവൂ. നമുക്ക് തോന്നിയ മാതിരി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നെർവ്സ് അപകടം ഉണ്ടാക്കും. നമ്മുടെ നട്ടെല്ലിന്റെ ഉള്ളിൽ തലച്ചോറിന്റെ അസിസ്റ്റന്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നാഡിയുണ്ട്, സുഷുമ്ന. അതിന്റെ 2 വശത്ത് 2 നാഡികളുണ്ട്. ഇടതുവശത്തുള്ളത് ഇട, വലതുവശത്തുള്ളത് പിങ്കള. ഇതേ കൂടിയാണ് പ്രാണൻ കടന്നു പോവുക. ഡോക്ടർമാരുടെ കാറ് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നടുക്കൊരു വടിയും 2 പാമ്പ്. ആ നടുക്കുള്ള വടി സുഷുമ്ന, 2 പാമ്പുകൾ ഇട, പിങ്കള. അതിൽ കൂടിയാണ് ഈ പ്രാണൻ കടന്നു പോവുക, പ്രാണന്റെ ആയാമം. അപ്പൊ ഇത് യോഗശാസ്ത്രം അറിയാവുന്ന ആളുടെ നിർദ്ദേശപ്രകാരം ചെയ്യണം, ഇല്ലെങ്കിൽ അപകടമാവുന്ന അർത്ഥം. അങ്ങനെ പ്രാണായാമേർ ദേഹദോഷാൻ, ദേഹത്തിന്റെ ദോഷങ്ങളെ പ്രാണായാമം കൊണ്ട് ശുദ്ധീകരിച്ച് എല്ലാം കളഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്ന് ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കണം, ധാരണ ചെയ്യാം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ. ഈ 6 അംഗങ്ങൾ കഴിഞ്ഞിട്ട് പിന്നത്തതാണ് ധ്യാനം. ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുക. അതെങ്ങനെ ധ്യാനിക്കണം? സഞ്ചിന്തയേൽ ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹരാഞ്ജനാഠ്യം. ഭഗവാൻ പറയുന്നു, ഒരു ഭഗവാനെ എങ്ങനെ ധ്യാനിക്കണം? സഞ്ചിന്തയേൽ ഭഗവതശ്ചരണാരവിന്ദം. താമരപ്പൂ പോലെ ചുമന്നു തൊടുത്ത എൻ്റെ പാദപത്മങ്ങളെ ധ്യാനിക്കൂ. ആ പാദപത്മങ്ങളിൽ അടയാളങ്ങളുണ്ട്. ഭഗവാന്റെ വലത്തെ കാലില് 11ഉം ഇടത്തെ കാലില് 8ഉം, അങ്ങനെ 19 അടയാളങ്ങളുണ്ടെന്നാണ് പത്മപുരാണം പറയുക. പക്ഷേ വിസ്താരഭയം കൊണ്ട് 4 എണ്ണം മാത്രമേ തൽക്കാലം പറഞ്ഞിട്ടുള്ളൂ. വജ്രം, അങ്കുശം, അതുപോലെ ധ്വജം, ശരോരുഹം. ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ട്. വജ്രം, എൻ്റെ പാദപത്മങ്ങളിലുള്ള ആ വജ്രം എന്ന് കേൾക്കുമ്പോൾ വജ്രത്തിന് 2 അർത്ഥമുണ്ട്. വജ്രം എന്ന് പറഞ്ഞാൽ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഏറ്റവും കടുപ്പം കൂടിയ സാധനമാണ് വജ്രം. എൻ്റെ പാദപത്മങ്ങളെ ധ്യാനിച്ചാൽ ഏത് കടുപ്പം കൂടിയതും ലഘുവായിട്ട് മാറും. മല പോലെ വന്നത് മലരു പോലെയാവും. ഏത് ഭീകരമായ തടസ്സവും എൻ്റെ പാദപത്മങ്ങളെ ധ്യാനിച്ചാൽ അത് അനായാസമായിട്ട് മറികടക്കാം. അത് ഒരർത്ഥം. പിന്നെ വജ്രം എന്ന് പറയുന്നത് ഇന്ദ്രന്റെ വജ്രായുധമാണ്. ഏത് തടസ്സത്തിനെയും പിളർക്കാൻ സാധിക്കും ആ വജ്രായുധം കൊണ്ട്. ഇപ്പൊ വജ്രം എന്ന് പറഞ്ഞാൽ 2 അർത്ഥങ്ങളാണ് പറയുന്നത്. പിന്നെ അങ്കുശം, തോട്ടിയാണ്. ആനക്കാരൻ ആനയെ മെരുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഇതേപോലെ മനസ്സാകുന്ന ആനയെ മെരുക്കാനുള്ള തോട്ടിയാണ് പദഭജനം ശ്രേയ. എൻ്റെ പാദപത്മങ്ങളുടെ നിതാന്ത ഭജനം കൊണ്ട് മെരുങ്ങാത്ത ഏത് മനസ്സിനെയും മെരുക്കാൻ സാധിക്കും. ഏതടങ്ങാത്ത മനസ്സും അടങ്ങും ഭക്തിയോഗം കൊണ്ട്. പിന്നെ ധ്വജം, കൊടിക്കൂറയാണ്. കൊടിക്കൂറ എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ. എൻ്റെ പാദപത്മങ്ങളെ ധ്യാനിക്കുന്നവൻ ഐശ്വര്യത്തിലേക്ക്, സമൃദ്ധിയിലേക്ക്, മുക്തിയിലേക്ക്, ശ്രേയസ്സിലേക്ക്, നിത്യാനന്ദത്തിലേക്ക് ഉയരുന്നു. അതാണ് ധ്വജം എന്ന് പറഞ്ഞത്. സരോരുഹം, താമരപ്പൂവാണ്. എൻ്റെ താമരപ്പൂ പോലത്തെ പാദാംബുജങ്ങളിലെ താമരപ്പൂ കണ്ടാൽ, താമരപ്പൂവിൻ്റെ പ്രത്യേകത എന്താ? ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതാ. നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയെ. താമരപ്പൂവില്ലാണ്ട് ഗുരുവായൂരപ്പനില്ല. പീതാംബരം കരവിരാജ ശംഖചക്ര കൗമോദകി സരസിജം. ചെന്താമരക്കണ്ണൻ എന്നല്ലേ വിളിക്കുക. താമര ഇല്ലാണ്ട് ഗുരുവായൂരപ്പനില്ല. എൻ്റെ പാദപത്മങ്ങളെ ധ്യാനിക്കുന്നവൻ താമരപ്പൂ പോലെ എനിക്ക് പ്രിയപ്പെട്ടവനായി തീരുന്നു. രണ്ടാമത്തെ ഒരർത്ഥമുണ്ട്.
എൻ്റെ പാദപത്മങ്ങളെ ധ്യാനിക്കുന്നവൻ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ മൃദുലമായ മനസ്സുള്ളവനായി തീരും, ലോലഹൃദയനായി തീരും. ഏത് കഠിന ഹൃദയനും എൻ്റെ പാദപത്മങ്ങളെ ധ്യാനിച്ചാൽ, ഇനി നമുക്ക് കാണാം ഷഷ്ടന്തല ദിതി ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രൻ ഉണ്ടാവണമെന്ന് പറഞ്ഞ പുംസവനവ്രതം അനുഷ്ഠിച്ച ആളാ. ഒരു കൊല്ലത്തെ പുംസവനവ്രതം അനുഷ്ഠിച്ചപ്പോൾ എന്തായി? ദിതിയുടെ മനസ്സ് യുദ്ധമായി. ഇന്ദ്രനെ അനുഗ്രഹിച്ചു കൊണ്ടപ്പോളൂ എന്ന് പറഞ്ഞു. ഷഷ്ടസ്കന്ധത്തിൽ നമുക്ക് കാണാം മരുത്തുക്കളുടെ ഉൽപ്പത്തികൾ. അപ്പൊ ഏത് ദുഷ്ടനാണെങ്കിലും ഏത് ദുഷിച്ച മനസ്സാണെങ്കിലും എൻ്റെ പാദപത്മങ്ങളെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ലോലഹൃദയനായിട്ട് ശുദ്ധഹൃദയനായിട്ട് മൃദുവായിട്ട് മാറും. വജ്രാംഭുജസ്വര ധ്വജസരോരുഹരാഞ്ജനാഠ്യം, ചെന്താമരപ്പൂ പോലെ ചുമന്നു തൊടുത്ത എൻ്റെ പാദപത്മങ്ങളെ, അതിൻ്റെ മുകളിൽ പൊന്നിൻ ചിലമ്പുകളിട്ട കണങ്കാലുകളെ, അതിനു മുകളിൽ ജാനുദ്വയം 2 മുട്ടുകളെ, അതിൻ്റെ മുകളിൽ മനോഹരമായ പീതാംബരത്തിനെ, അതിൻ്റെ മുകളിൽ പൊന്നരഞ്ഞാണത്തിനെ, അതിനു മുകളിൽ ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടമായ താമരപ്പൂ ഉത്ഭവിച്ചിരിക്കുന്ന നാഭിയെ, അതിനു മുകളിലേക്ക് ധ്യാനിക്കുമ്പോൾ വനമാലയെ, ശംഖുചക്ര ഗദാപത്മങ്ങൾ ധരിച്ചിരിക്കുന്നതായ എൻ്റെ കൈകളെ, ശ്രീവത്സം എന്ന മറുകിനെ, കഴുത്തിലെ കൗസ്തുഭം എന്ന രത്നത്തിനെ, ശംഖിനെ തോൽപ്പിക്കുന്ന ആ കണ്ഠത്തിനെ, പിന്നീട് കണ്ണാടി പോലെ മിന്നുന്നതായ ആ 2 ഗണ്ഡസ്ഥലങ്ങളെ, കവിളുകളെ, മകരകുണ്ടലങ്ങൾ ധരിച്ചിരിക്കുന്നതായ കാതുകളെ, പിന്നെ പറഞ്ഞു എൻ്റെ അതിമനോഹരമായ പുഞ്ചിരി, ഹാസംഹരേ അവനതാഖില ലോക തീവ്രശോകശ്രുസാഗര വിശോഷണമത്യുദാരം. എന്ത് രസകരമായിട്ട് എഴുതിയിരിക്കുന്നു പറയും വേദവ്യാസ മഹർഷി. അവനത അഖില ലോക തീവ്ര ശോക അശ്രു സാഗര വിശോഷണം. ഭക്തന്മാരുടെ എല്ലാവരുടെയും കണ്ണീർ കടലിനെ വറ്റിച്ചു കളയുന്ന അതിമനോഹരമായ പുഞ്ചിരി. ഇവിടുന്ന് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ കയറിയിട്ട് ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് 5 മണിക്കൂർ ക്യൂ നിൽക്കണമെന്ന് പറയാം. 5 മണിക്കൂർ ക്യൂ നിന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും മാറൂ 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 എന്ന് പറയും. 1 സെക്കൻഡ് നേരമാണ് ആ ഗുരുവായൂരപ്പനെ നമുക്ക് കാണാൻ പറ്റുക. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ എന്താ പറയുക? ഞാൻ സുഖമായിട്ട് തൊഴുതു കിട്ടുമോ അല്ലേ? ആ ഒരൊറ്റ സെക്കൻഡ് മതി. നിർനിമേഷമായി നിൽക്കുന്ന നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്ക് ഒഴുകുന്നു സച്ചിദാനന്ദാമൃതം. ഒരു ചിരി കണ്ടാൽ അത് മതി. ഭഗവാന്റെ ആ ഒരു ചിരി കണ്ടാൽ മതി. ഈ ഒരു ദിവസം മുഴുവൻ ഞാൻ മെനക്കെട്ടത് ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് നമ്മളെ ചിന്തിക്കാറില്ല. 5-6 മണിക്കൂർ ക്യൂ നിന്നിട്ടേ വൈകുന്നേരം രാത്രിയായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഈ ഒരു ദിവസം മുഴുവൻ ഈ ഒരു സെക്കൻഡിന് വേണ്ടിയിട്ടാണോ ഞാൻ അവിടെ നിന്നേ? ആരും ചിന്തിക്കാറില്ല. ജനലക്ഷങ്ങൾ അവിടെ തടിച്ചു കൂടണേ എന്തിന്? ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ തൃച്ചൂണ്ടിലെ ഒരു ചിരി കാണാൻ. ആ അതിമനോഹരമായിട്ടുള്ള ഹസിതോല്ലാസം എന്ന പട്ടേരിപ്പാട് പറഞ്ഞത്. എള്ളിൻപൂവിനെ തോൽപ്പിക്കുന്നതായ മൂക്ക്, ചെന്താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ മനോഹരമായിരുന്ന വാലിട്ട് കണ്ണഴിക്കുന്ന കണ്ണുകൾ, മഴവില്ലിനെ തോൽപ്പിക്കുന്ന പുരുകക്കൊടികൾ, ഊർധ്വതിലകം ചാർത്തിയിരിക്കുന്ന ആ നെറ്റി, കാർവട്ടിനെ തോൽപ്പിക്കുന്നതായ കാർമേഘത്തിനെ തോൽപ്പിക്കുന്നതായ മനോഹരമായ ആ തലമുടി, ഇങ്ങനെ ആ പാദാദികേശം പറയണു. ഭാഗവതത്തിൽ പാദാദികേശാണ്. നാരായണീയത്തിലെ 2ാമത്തെ ദശകത്തിൽ കേശാദിപാദാണ്. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലകപ്രഭാസി ഭാലാന്തരം കാരുണ്യാകുല നേത്രം ആദ്രഹസിതോല്ലാസം സുനാസാപുടം എന്ന് പറഞ്ഞ് കേശാദിപാദം പറയുന്നു നാരായണീയത്തിൽ. പാദാദികേശോ കേശാദിപാദോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കാം. അയ്യോ ഭാഗവത സംസ്കൃതം അതൊന്നും വായിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. എന്നാ നാരായണീയം വായിച്ചോളൂ, എളുപ്പമുണ്ടല്ലോ. അയ്യോ അത് വായിക്കണേ 2ാമത്തെ ദശകത്തിലെ 2ാമത്തെ ശ്ലോകം വായിക്കുമ്പോഴും കേയൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ശ്രീമദ് ബാഹുചതുഷ്ക സംഗത ഗദാശങ്കാരി പങ്കേരുഹ. ആ വിശ്വാസം മുട്ടണോ? സമസ്ത പദാണേ, മുറിക്കാൻ വയ്യ. അപ്പൊ നാരായണീയവും പറ്റില്ല, ഭാഗവതവും പറ്റില്ല. എന്നാ സിനിമാ പാട്ട് പാടിയാൽ മതി, അല്ലെങ്കിൽ കീർത്തനം പാടിയാൽ മതി. നിറമേറുന്നൊരു നീലത്തിരുമോടി തൊഴുന്നേൻ വിരവോടെ വിലസുന്ന കുറുനീര തൊഴുന്നേൻ. കീർത്തനം പാടിയാൽ മതി. ആ ഭഗവാന്റെ രൂപം നാരായണീയ ആയാലും വേണ്ടില്ല, ഭാഗവതായാലും വേണ്ടില്ല, എന്താണെങ്കിലും വേണ്ടില്ല. ഇനി സിനിമാ പാട്ടായിക്കോട്ടെ. അരയിലെ മഞ്ഞ പട്ടുടയാട തൊഴുന്നേൻ
ഇത് പാടുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ രൂപം മനസ്സിൽ വന്നാൽ പോരെ? ഭഗവാന്റെ രൂപം ഉള്ളിൽ വരിക എന്നുള്ളതല്ലേ നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. ഇവിടെ നമ്മൾ ആ ഗേറ്റിൻ്റെ തൊട്ട് പുറത്ത് നിൽക്കുമ്പോൾ വൈറ്റിലേന്ന് ഇഷ്ടം പോലെ ലിൻഡർ സ്റ്റോപ്പ് ബസ് പോകുന്നുണ്ട് ഗുരുവായൂർന്ന് ബോർഡ് വെച്ചിട്ട്. ആ ബോർഡ് കണ്ടാൽ നമുക്ക് ആരെയാ ഓർമ്മ വരിക? ഗുരുവായൂർ എന്നുള്ള ബോർഡ് കണ്ടാൽ ഒരാളെ നമുക്ക് ഓർമ്മ വരുള്ളൂ. വേറെ ലോകത്ത് ഒരാളെ നമുക്ക് ഓർമ്മ വരില്ല. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഓർമ്മ വരുന്ന ഒരാൾ അത് മതി. ഭഗവാന്റെ രൂപം മനസ്സിൽ നിറയുക. സിനിമാ പാട്ടോ നാരായണീയോ ഭാഗവതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഭഗവാന്റെ രൂപം സഞ്ചിന്തയൽ ഭഗവതശ്ചരണാരവിന്ദം, അങ്ങനെ ഭഗവാന്റെ രൂപത്തിനെ മനസ്സിൽ ധ്യാനിക്കുക എന്നുള്ളതാണ് അമ്മേ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ഇങ്ങനെ മനസ്സാകുന്ന ശ്രീകോവിലിൽ എൻ്റെ രൂപത്തിനെ അഷ്ടബന്ധമിട്ട് ഉറപ്പിക്കുന്നത് പോലെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ആനന്ദസ്വരൂപിയായിരിക്കുന്ന എന്നെ മനസ്സാകുന്ന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചാൽ അവന് ആനന്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നുമില്ല, സുഖവുമില്ല ദുഃഖവുമില്ല. ഇങ്ങനെയാണ് ആ ധ്യാനയോഗം ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. ഭക്തിയോട് കൂടിയിട്ട് എന്നെ ഉപാസിക്കുന്നവൻ ആനന്ദസ്വരൂപിയായിട്ട്, ലോകബാഹ്യനായിട്ട്, നിർവികാരനായിട്ട് എങ്ങും ആനന്ദത്തോടു കൂടി സഞ്ചരിക്കുമോ അമ്മേ? ഇത് പറഞ്ഞു നിർത്തിയപ്പോഴാണ് ദേവഹൂതി ചോദിച്ചത്, ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കുകയാണ് ശ്രേഷ്ഠം എന്നല്ലേ ഉണ്ണി പറഞ്ഞത്? ഈ ഭക്തി ഇല്ലാത്തവരുടെ ഗതി എന്താ എന്ന് ചോദിക്കുമ്പോഴാണ് 2 അധ്യായങ്ങളിലായിട്ട് ആ കർമ്മവിപാകം, ഭഗവത് വിമുഖന്മാരായിരിക്കുന്ന ആൾക്കാരുടെ കഥ എന്താണെന്ന് പറയുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാജസൂയാഗവേദിയിൽ വെച്ച് ശ്രീനാരായണ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിന് വർണ്ണിച്ച് കേൾപ്പിച്ചതാണ് പ്രഹ്ലാദ ചരിതം, നരസിംഹാവതാരം. കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന യുധിഷ്ഠിരൻ ചോദിച്ചു, പ്രഹ്ലാദനെ പോലെ ഭക്തി, നിഷ്കാമ ഭക്തി സാധാരണ ആൾക്കാർക്ക് ഉണ്ടാവുമോ? എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, വദമേ തവ ദർശ്യയോഗം. അവിടുത്തെ പാദഭക്തി മാത്രം മതി, ഭക്തിയെ തന്നാലും എന്ന് പറയാൻ സാധാരണ ഒരു മനുഷ്യന് സാധിക്കുമോ? അപ്പോൾ ഭഗവാൻ സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യനാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് യുധിഷ്ഠിരനോട് ശ്രീനാരദ മഹർഷി പറഞ്ഞു, അങ്ങനെയല്ല യുധിഷ്ഠിര, അവനവൻ്റെ ധർമ്മങ്ങൾ വേണ്ട രീതിയിൽ അനുഷ്ഠിക്കലാണ് ഏറ്റവും വലിയ ഈശ്വര പൂജ. സ്വധർമ്മം ആരാധന അച്യുതസ്യ. വർക്ക് ഈസ് വർഷിപ്പ്, ഡ്യൂട്ടി ഈസ് ഡിവോഷൻ. പ്രവൃത്തിയാണ് പ്രാർത്ഥന. അവനവൻ്റെ ധർമ്മങ്ങൾ വേണ്ട രീതിയിൽ ചെയ്താൽ തന്നെ ഈശ്വര പൂജയായി. അവനവൻ്റെ ധർമ്മങ്ങളെ മാറ്റി വച്ചിട്ട് ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് വന്ന സപ്താഹം കേട്ടിട്ട് ഒരു കാര്യമില്ല. എൻ്റെ കുട്ടിയെ നോക്കണം, ആയിക്കോളൂ, പിഞ്ചു ഹൃദയം ദേവാലയം, അത് ഈശ്വര പൂജയായിട്ട് കണക്കാക്കിയാൽ മതി. എൻ്റെ ഭർത്താവിനെ പരിചരിക്കണം, മതി. എനിക്ക് ഗൃഹജോലികളുണ്ട്, മതി. അത് ഉപാസനയായിട്ട് ചെയ്യുക. എന്താണോ അവനവൻ്റെ നിയോഗം, എന്താണോ അവനവൻ്റെ ധർമ്മം, അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇന്നലെ പറഞ്ഞില്ലേ, ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവതർത്ഥം, ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുക. സംസിദ്ധർ ഹരിതോഷണം, ദുരിതം ഇത് മുഴുവൻ ചെയ്തു തീർക്കണ്ടേ എന്ന ആവലാതിയോട് കൂടിയിട്ടല്ല ചെയ്യേണ്ടത്. ഇത് ഈശ്വരൻ എനിക്ക് നൽകിയിട്ടുള്ള ധർമ്മമാണ്, ദിസ് ഈസ് മൈ ഡ്യൂട്ടി, ഇത് എൻ്റെ നിയോഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ കർമ്മം ആത്മാർത്ഥമായിട്ട് ചെയ്യലാണ് ഈശ്വര പൂജ. അപ്പം അവനവൻ്റെ ധർമ്മം ചെയ്താൽ മതി. ബഹുജനം പലവിധം, ഓരോരുത്തർക്കും ധർമ്മം വേറെ 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 വേറെയാണ്. എല്ലാവരുടെ ധർമ്മം ഒരുപോലെയല്ല. ഒരു ഡോക്ടറുടെ ധർമ്മമല്ല ഒരു വക്കീലിന്, ഒരു വക്കീലിൻ്റെ ധർമ്മമല്ല അമ്പലത്തിലെ മേൽശാന്തിക്ക്, അമ്പലത്തിലെ മേൽശാന്തിയുടെ ധർമ്മമല്ല ഒരു പോലീസുകാരന്. അതുകൊണ്ട് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. അധികാരി ഭേദം എന്നാണ് പറയുക. വ്യക്തിക്കനുസരിച്ച്, കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, സന്ദർഭത്തിനനുസരിച്ച് ഒക്കെ മാറും ധർമ്മം.
അപ്പൊ എന്താണ് അവനവന്റെ ധർമ്മം? അത് കണ്ടെത്തി മനസ്സിലാക്കി അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. നമുക്ക് പല ജോലികളും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി നമുക്ക് കിട്ടിക്കോളണമെന്നില്ല. പക്ഷേ ആ ജോലിയെ ഇഷ്ടപ്പെടണം, ആ പ്രവൃത്തിയിൽ ആത്മാർത്ഥത കാണിക്കണം. അപ്പൊ സ്വധർമ്മം ആരാധനം അച്യുതസ്യ. ഹേ ധർമ്മപുത്ര, പല ജനങ്ങൾ പല വർണ്ണത്തിലുള്ളവരാണ്, പല ആശ്രമങ്ങളിലുള്ളവരാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, 4 വർണ്ണങ്ങളുണ്ട്. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, 4 ആശ്രമങ്ങളുണ്ട്. ഓരോരുത്തർക്കും ധർമ്മങ്ങൾ വേറെ 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 വേറെയാണ്. ഒരച്ഛൻ്റെ 4 മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾക്ക് ഈശ്വര പൂജയും ദൈവകാര്യങ്ങളുമാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവനും അവൻ്റെ വംശപരമ്പരയും ബ്രാഹ്മണനായിട്ട് മാറി. വീടിൻ്റെ ഭരണം, കുടുംബഭരണം, കാര്യസ്ഥ ആ കഴിവുള്ളവനാണെങ്കിൽ അവനും അവൻ്റെ വംശപരമ്പരയും ക്ഷത്രിയരായിട്ട് മാറി. പിന്നെ ധനവിനിമയം, കൃഷി, വാണിജ്യം ഇതിലാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ അവനും അവൻ്റെ വംശപരമ്പരയും വൈശ്യരായിട്ട് മാറി. ഇത് 3 ഇല്ലാത്തവൻ, 3 കൂട്ടരെയും സേവിക്കുന്നവൻ ശൂദ്രനായിട്ട് മാറി, സേവന മനോഭാവമുള്ളവൻ. ഇങ്ങനെയാണ് വർണ്ണങ്ങളുണ്ടായത്. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശ എന്ന ഭഗവാൻ പറഞ്ഞ്. അവനവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്. ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ബ്രാഹ്മണന്റെ ധർമ്മങ്ങൾ ചെയ്യണില്ലെങ്കിൽ അവനെ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല. പ്രഹ്ലാദൻ പറഞ്ഞു, വിപ്രാദ്യുഷഡ്ഗുണയുതാരവിന്ദനാഭപാദാരവിന്ദ വിമുഖാൽ ശ്വചം വരിഷ്ഠം. ബ്രാഹ്മണന് 12 ഗുണങ്ങൾ വേണമെന്നാ പറയാ. ആ 12 ഗുണങ്ങൾ ഇല്ലായിട്ട് അല്ലെങ്കിൽ 12 ഗുണങ്ങൾ ഉണ്ടായാലും ഭഗവാനിൽ നിന്ന് വിമുഖനാണെങ്കിൽ അവനെ ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റില്ല. അവനേക്കാൾ ഭേദം പട്ടിയിറച്ചി ചെയ്യുന്ന ചണ്ടാളനാണെന്നാണ്. അപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നൊരു കാര്യമില്ല. സന്ധ്യാവനം ചെയ്യാറുണ്ടോ 2 നേരം? അതില്ല കേട്ടോ. നീ ബ്രാഹ്മണനല്ല. ആരാ ബ്രാഹ്മണൻ? ബ്രഹ്മജ്ഞാനേ ഇതി ബ്രാഹ്മണ. ആരാ ക്ഷത്രിയൻ? ക്ഷതാൽ ത്രായതേ ഇതി ക്ഷത്രിയ. ഇങ്ങനെ ഓരോ ധർമ്മങ്ങൾ നിർവഹിക്കുന്നവനെയാണ് അതാത് പേരുകൊണ്ട് പറയുക. അല്ലാണ്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ ബ്രാഹ്മണനായിക്കൊള്ളണമെന്നില്ല. ബ്രാഹ്മണനാണെങ്കിൽ അവനവൻ്റെ ധർമ്മങ്ങൾ ചെയ്യണം. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ ഈ 3 പേർക്കും യജ്ഞോപവീതം പൂണൂലുണ്ട്. എന്തിനാ പൂണൂലിട്ടെങ്ങനെ? പൂണുനൂല് ഊണുനൂലാക്കാനല്ല, ഗായത്രി മന്ത്രം ജപിക്കാൻ സാധിക്കണം 2 സംഖ്യകളിലും. ഇതില്ലാത്തവരെ എന്നെ ബ്രാഹ്മണൻ എന്ന് പറയാം? സന്ധ്യാവനമില്ലാണ്ട് വെറുതെ പൂണൂലിട്ടിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ മേനി മാത്രമേ ഉള്ളൂ, തിരു ഉണ്ടാവില്ല. തിരുമേനിന്ന് തിരുമേനിയെ വിളിക്കണമെങ്കിൽ തിരുമേനിയുടെ കയ്യിലിരിപ്പ് അതുപോലെ ആവണം. ഇതാണ് ഭാഗവതം പറഞ്ഞു തന്നെ. സ്വധർമ്മം ആരാധനം അച്യുതസ്യ. പിന്നെ ആശ്രമധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു. ആശ്രമധർമ്മങ്ങളിൽ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി. അതിൽ ഗൃഹസ്ഥാശ്രമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വേദവ്യാസ മുനി പറഞ്ഞത്. എന്താ കാരണം? അനേക പ്രത്യേകതകളുണ്ട് ഗൃഹസ്ഥന്. ഒന്നാമത്തേത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥരാണ്. ഭാര്യമാരോട് കൂടി, ഭർത്താക്കന്മാരോട് കൂടി, സന്താനങ്ങളോടുകൂടി ഗൃഹത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ഗൃഹസ്ഥൻ. ബ്രഹ്മചാരികൾ വളരെ കുറവുള്ളൂ. ഉപനയനത്തിൻ്റെ സമീപത്ത് മാത്രമേ ബ്രഹ്മചാരികൾ കാണുള്ളൂ. സന്യാസിമാരാണെങ്കിലും കുറവാണ്. വാനപ്രസ്ഥന്മാരെ കാണാനേ പറ്റില്ല എന്നുള്ള മട്ട. എന്താ വാനപ്രസ്ഥം? സന്യാസത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ട്രെയിനിങ് പീരീഡാണ്, പ്രൊബേഷനാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ വാളിൻ്റെ മുനയിൽ കൂടെ നടക്കുന്നത് പോലെ എന്നാണ്. സൂക്ഷിച്ചിട്ട് വേണം അതിലേക്ക് പ്രവേശിക്കാൻ.
അങ്ങോട്ട് കണ്ടിട്ട് അയ്യോ അബദ്ധമായി, സുഖാന്ന് വിചാരിച്ചിട്ടാ സന്യസിച്ച്, ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, തിരിച്ചു വരരുത്. തിരിച്ചു വരുന്ന ഒരാളെ എന്താ ഭാഗവതം വിളിക്കുക എന്നറിയോ? നമുക്ക് കേട്ടാൽ ആർക്കും. ചില ആൾക്കാരുണ്ട് സന്യാസം ജീവിതം നയിച്ചിട്ട് അത് കഷ്ടമാണ്, വിഷമാണെന്ന് കരുതി തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരും. അങ്ങനെ വരുന്ന ആൾക്കാരെ ഭാഗവതം വിളിക്കുന്നത് വാന്താശി എന്നാണ്. വാന്താശി എന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ചതെടുത്ത് കഴിക്കുന്നവൻ. അത്രയ്ക്ക് നികൃഷ്ട. ആരെങ്കിലും കഴിക്കാറുണ്ട്? അവനും ഛർദ്ദിച്ചതെടുത്ത് കഴിക്കുക ആരും ചെയ്യാറില്ല. അത്രയ്ക്ക് നികൃഷ്ടാണ് സന്യാസത്തിൽ നിന്ന് റിവേഴ്സ് ഗിയർ ഇട്ട് പുറത്തേക്ക് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരുന്നത്. അപ്പൊ സൂക്ഷിച്ചിട്ടേ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പ്രവേശിക്കാവൂ. ആശ്രമം ഗച്ഛേൽ, സ്റ്റെപ്പായിട്ട് വേണം കയറാൻ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? 10 സ്റ്റെപ്പ് ഒരുമിച്ച് കയറിയാൽ മൂക്ക് കുത്തി വീഴും. സന്യാസിമാർക്ക് കേമത്താണ്, സുഖാണ് ജീവിതം. എല്ലാവരും ആദരിക്കും, കേമാണെന്ന് വിചാരിച്ച് ചിലർ സന്യാസി വേഷം കെട്ടുന്നു. സന്യാസി വേഷം കെട്ടിക്കഴിയുമ്പോഴാണ് അയ്യോ മണ്ടത്തരായില്ലോ. അപ്പോഴും ഭാര്യ, മക്കള്, കുടുംബം, സമ്പത്ത് ഇതിനുള്ള ആർത്തി തീരില്ല. ആരാ സന്യാസി? സമ്യക്കായിട്ട് ന്യസിക്കുന്നവനായിരിക്കണം, വിഗതമായ രാഗമുള്ളവനായിരിക്കണം. അവന് രാഗദ്വേഷാദികൾ പാടില്ല. ഞാൻ AC റൂമിലേ താമസിക്കുള്ളൂ. ഒരു സന്യാസി പറയാൻ പാടില്ല എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല, പറയാൻ പാടില്ല വീണേടം വിഷ്ണുലോകം. ഇതാണ് സന്യാസിയുടെ ധർമ്മം. അപ്പം ആ സന്യാസിയെ ആക്കിയെടുക്കാൻ ശരീരത്തിനെ, മനസ്സിനെ പരിപക്വമാക്കിയെടുക്കുന്ന ട്രെയിനിങ് പീരീഡാണ് വാനപ്രസ്ഥം. അവിടെ പറയണതൊക്കെ കേട്ടാൽ നമുക്ക് ദഹിക്കില്ല കേട്ടോ. വർഷകാലത്ത് മഴ നനഞ്ഞുകൊണ്ട് തപസ് ചെയ്യണം. മഞ്ഞുകാലത്ത് കഴുത്തോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് തപസ് ചെയ്യണം. വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്യണം. എന്തിനാ? ഈ ശരീരത്തിനെ പരിപക്വമാക്കിയെടുക്കാൻ. ഏത് കാലാവസ്ഥയിലും ജീവിക്കാൻ പറ്റണം സന്യാസിക്ക്. ഇങ്ങനെ ചില വ്യവസ്ഥകൾ പറയും. അതുകൊണ്ട് വാനപ്രസ്ഥം വളരെ സൂക്ഷിച്ചു വേണം. പിന്നീട് ഗൃഹസ്ഥാശ്രമത്തിനെ കുറിച്ച് പറഞ്ഞു. ഗൃഹസ്ഥാശ്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. മാനുഷ്യം സർവഭൂതാനാം ഭുക്തിമുക്തി ആലയം ശുഭം. നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥന്മാരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. എന്താ കാരണം എന്നറിയോ? അവർക്ക് ഇഹലോകത്തും മെച്ചമുണ്ട്, പരലോകത്തും മോക്ഷമുണ്ട്. 2 ഭാഗത്ത് സുഖമാണ്. സന്യാസിക്ക് ഇഹലോകത്തിൽ സുഖമില്ല, പരലോകത്തിലേ ഉള്ളൂ. അപ്പൊ ഗൃഹസ്ഥാശ്രമി വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഭൂമിയിൽ 95% ഗൃഹസ്ഥന്മാരാണ്. 1. രണ്ടാമത്തേത്, ഗൃഹസ്ഥാശ്രമികൾക്ക് ഇഹലോകത്തിൽ സുഖമുണ്ട്, പരലോകത്തിൽ സുഖമുണ്ട്. മൂന്നാമത്തേത്, ചതുർണാം ആശ്രമാണാം ഹി ഗാർഹസ്ഥ്യം ശ്രേഷ്ഠമുത്തമം. 4 ആശ്രമങ്ങളിൽ വെച്ച് ഗാർഹസ്ഥ്യമാണ് ശ്രേഷ്ഠം. അതെന്താ പറയാൻ കാര്യം? മറ്റു 3 ആശ്രമികൾക്കും ആശ്രയമായത് ഗൃഹസ്ഥാശ്രമിയാണ്. ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞ സന്യാസിക്ക് ബ്രഹ്മചാരിയുടെ അടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? ബ്രഹ്മചാരിക്ക് വാനപ്രസ്ഥൻ്റെ അടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? വാനപ്രസ്ഥൻ ബ്രഹ്മചാരിയുടെ അടുത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. 3 പേർക്കും ആശ്രയമായത് ഗൃഹസ്ഥാശ്രമി. അപ്പോൾ ഗൃഹസ്ഥാശ്രമിയാണ് എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നത്. നമ്മളാണ് ഭാഗ്യവാന്മാർ വാസ്തവത്തിൽ. ആ ഗൃഹസ്ഥാശ്രമിക്ക് 5 യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം എന്നാ പറയുക. പഞ്ചമഹായജ്ഞങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടില്ല ഈ വിവരം, ഒരു കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നോ കിട്ടില്ല. ഭാഗവതത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഭാഗവതം എന്ന ശാസ്ത്രത്തിൽ നിന്നേ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. രാവിലെ എണീറ്റോ, കുളിച്ചു, ആഹാരം കഴിച്ചു, ഉപജീവനത്തിന് പോയി തിരിച്ചു വന്ന് കിടന്നുറങ്ങിയാൽ ഇത് മനസ്സിലാവില്ല. എന്താ എൻ്റെ ധർമ്മം? ഇതറിയണം ഒരു ഗൃഹസ്ഥൻ. ഒരു ഗൃഹസ്ഥൻ തൻ്റെ സമ്പത്ത് 5ആയിട്ട് വിഭജിക്കണമെന്നാണ്. ഞാൻ ജോലിയെടുക്കണോ, ഞാൻ സമ്പാദിക്കണോ, എനിക്ക് സുഖിക്കാൻ അല്ലേ? അല്ല.
നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല. അതിന് കാരണം എന്താ? നമ്മൾ പ്രകൃതിയിൽ നിന്ന് അനേക കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. സ്നേഹമായിട്ട്, ബഹുമാനമായിട്ട്, സ്ഥാനമായിട്ട്, വസ്ത്രമായിട്ട്, ആഹാരമായിട്ട്, അഭയകേന്ദ്രമായിട്ട്, ഇങ്ങനെ പലതും. നമ്മൾ കഴിക്കുന്ന ചോറ് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കിയതാണോ? അല്ലല്ലോ. എത്രയോ കർഷകരുടെ അധ്വാന ഫലം. നമ്മൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ തുന്നിയുണ്ടാക്കുന്നതാണോ? അല്ലല്ലോ. എത്ര നെയ്ത്തുകാരുടെ ഫലം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. ഭക്ഷണമായിട്ടും ആഹാരമായിട്ടും സ്നേഹമായിട്ടും ബഹുമാനമായിട്ടും സ്ഥാനമായിട്ടും എല്ലാം ഇൻ ടേൺ. ഇതിന് പകരമായിട്ട് നമ്മൾ ലോകത്തിന് എന്താ കൊടുക്കണത്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മുടെ സംഭാവന എന്താ? വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി എന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ടോ? 8 കൊല്ലം മുമ്പ് വാട്സാപ്പിൽ ഒരു വീഡിയോ വന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയി, അല്ലെങ്കിൽ കാണിച്ചു തന്നെ. ആ വാട്സാപ്പിൽ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി, ഒരു ചാനലിൻ്റെ അവതാരികയായിട്ട് ഒരു പെൺകുട്ടി മൈക്രോഫോൺ കൊണ്ട് ക്യാമറമാനും ഒരുമിച്ച് സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യുക, റോഡിൽ കൂടെയും ഓഫീസിലൊക്കെ കയറി ഇറങ്ങിയിട്ട്. ആ പെൺകുട്ടിയുടെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി? ലോകത്തിലേക്ക് നിങ്ങളുടെ സംഭാവന എന്താ? പലരും പല കാര്യങ്ങൾ പറഞ്ഞു. അതിന് ശമ്പളം മേടിക്കണില്ലേ നിങ്ങൾ? പ്രതിഫലം മേടിക്കണില്ലേ? അധ്യാപകനായാലും മേൽശാന്തിയായാലും വക്കീലായാലും ഡോക്ടറായാലും എല്ലാവരും പ്രതിഫലം മേടിച്ചിട്ടാണ് ചെയ്യണേ. പ്രതിഫലം കൂടാതെ വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? 33 പേരെ ആ കുട്ടി ഇൻ്റർവ്യൂ ചെയ്തു. ഒരാൾക്ക് പോലും പറയാൻ പറ്റിയില്ല നിസ്വാർത്ഥമായിട്ട് ലോകത്തിന് ഞാൻ കൊടുത്ത സംഭാവന ഇന്നതാണെന്ന്. എത്ര ദയനീയമാണ് നമ്മുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അതിന് പകരമായിട്ട് ഈ സമൂഹത്തിന് നമ്മൾ എന്താ ചെയ്തേ? നമുക്ക് ഉത്തരം പറയാൻ പറ്റണം. ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് വരുന്ന സജ്ജനങ്ങൾക്ക് മാത്രമേ അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. എന്ത്? ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഭാഗവതത്തിൽ നിന്നും മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നതായ ആ സതുപദേശങ്ങളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ നേർവഴി നയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് പറയാനാവണം. അപ്പോൾ നമ്മുടെ സമ്പത്ത് എന്ത് വേണം? 5 ആയിട്ട് വിഭജിക്കണം. നമ്മൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന സമ്പാദ്യം നമുക്ക് മാത്രം സന്തോഷിക്കാനുള്ളതല്ല. പല വസ്തുക്കളും നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് തിരിച്ച് അവർക്ക് നമ്മൾ കൊടുക്കണം. കാരണം എന്താണെന്നറിയോ? നമ്മളാകുന്ന ഗൃഹസ്ഥന്മാര് 5 മഹാപാപങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു. പഞ്ചസൂന ഗൃഹസ്ഥസ്യ. സൂന എന്ന് പറഞ്ഞാൽ വധം എന്നർത്ഥം. 5 കൊലപാതകങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്യുക. അത് ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല. പഞ്ചസൂന ഗൃഹസ്ഥസ്യ ഏതൊക്കെയാണെന്നറിയോ? ചുല്ലി, പേഷണി, ഉപസ്കര, കുണ്ടലി, ഉദകുംഭശ്ച. 5 അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുക. നമുക്ക് മനസ്സിലാവണ ഭാഷയെ പറഞ്ഞാൽ വീട്ടിൽ അടിച്ചു വരാതിരിക്കാൻ പറ്റുമോ? അടിച്ചു വരണം. അപ്പോൾ കുറേ ഉറുമ്പുകൾ പോവും. മാറാല അടിക്കാറില്ലേ? മാറാല എന്ന് പറഞ്ഞാൽ 8കാരിയുടെ വീടാണ് നമ്മൾ തല്ലിപ്പൊളിക്കണം. നമ്മുടെ വീട് നമ്മൾ അതാരെങ്കിലും തല്ലിപ്പൊളിച്ചാലോ? നമ്മുടെ ഹൈവേക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ മതിൽ പൊളിക്കാൻ പറഞ്ഞാൽ നമുക്ക് വിഷമമാണ് അല്ലേ? അപ്പോൾ നമ്മുടെ വീട് തല്ലിപ്പൊളിച്ചാലോ? 8കാരിയുടെ വീടാണ് നമ്മൾ തല്ലിപ്പൊളിക്കണേ അല്ലേ? അതുപോലെ നമ്മുടെ വീട്ടിൽ കൊതുകുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അടിച്ചുകൊണ്ട് കൊല്ലും, അല്ലെങ്കിൽ ഓൾ ഔട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് വയ്ക്കും. കൊതുക് ഇങ്ങനെ ചത്ത് വീണ കാണാം. അഹിംസ പരമോധർമ്മ. ആ കൊതുകിനെ കൊന്ന് വീഴ്ത്താൻ നമ്മൾ. വീട്ടിൽ പാറ്റയെ കണ്ടാലോ അപ്പം ഹിറ്റടിക്കും. ഇങ്ങനെ എത്രയെത്ര ജീവികളെ നമ്മൾ ആഹാരം പാകം ചെയ്യുമ്പോൾ സൂക്ഷ്മജീവികൾ മരിക്കണു. ആ അരയ്ക്കുമ്പോൾ, പൊടിക്കുമ്പോൾ, തീ കത്തിക്കുമ്പോൾ
വെള്ളം കോരുമ്പോൾ ഇങ്ങനെ ഓരോ അവസരത്തിലും മൈന്യൂട്ടായിട്ടുള്ള ബാക്ടീരിയ ഉൾപ്പെടെയുള്ള ജീവികൾ ചത്തുപോവുകയാണ്. നമ്മൾ കാണുന്നില്ല, പക്ഷേ സൂക്ഷ്മജീവികളെ നമ്മൾ നശിപ്പിക്കണം. ഈ കൊതുകിൻ്റെ പാറ്റയുടെയൊക്കെ കാര്യം നമുക്ക് നിത്യജീവിതത്തിലുള്ളതാണ്. അപ്പോൾ ഈ മഹാപാപം നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കൊതു വന്നാൽ മേറ്റിരുന്നോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങളൊരിക്കൽ വൃന്ദാവനത്തിൽ പോയി. 4ാമത്തെ പ്രാവശ്യം വൃന്ദാവനത്തിൽ പോയ സമയത്ത് ചീർഘാട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അനുഭവ കഥയാണ് കേട്ടോ. അത് 5-6 മാസം മുമ്പ് പോയതാണ്. ഗോപി വസ്ത്രാപഹരണം നടന്ന സ്ഥലം. അവിടെ ഒരു കടമ്പ വൃക്ഷമുണ്ട്. നിറച്ചു കുരങ്ങന്മാരാണ്. നമ്മുടെ കണ്ണട, പേഴ്സ്, മൊബൈല് ഇതൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ ഒക്കെ അവന്മാരെടുത്തിട്ട് പോകും. അപ്പം അന്ന് യമുനാ നദി കരകവിഞ്ഞ് ഒഴുകിയിട്ട് റോഡിലും ഭാഗത്തൊക്കെ നിറച്ച് വെള്ളമാണ്. അവിടെ ഈ ഗോപി വസ്ത്രാപഹരണം നടന്ന ഒരു കടമ്പ വൃക്ഷമുണ്ട്. ആ കടമ്പ വൃക്ഷത്തിന് പ്രദക്ഷിണം വയ്ക്കാനായിട്ട് 3-4 ആൾക്കാർ പോയി. അപ്പം ചെല്ല് വിളിച്ചവർ വേണ്ടാട്ടോ, അവിടെ കുരങ്ങന്മാരുണ്ടെന്ന് പറഞ്ഞു. ഇത് കൂട്ടാക്കാതെ ഞങ്ങളുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ അങ്ങോട്ട് ചെന്നു. ആ വെള്ളത്തിൽ 3-4 കുരങ്ങൻ്റെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ആ കളിക്കുന്ന സമയത്ത് ആ തള്ളക്കുരങ്ങ് വിചാരിച്ചു അവരെ ആക്രമിക്കാൻ വരികയെന്ന്. ഈ കുട്ടിയുടെ കയ്യുമ കടന്നു പിടിച്ച് പറന്ന് അങ്ങോട്ട് കടിച്ചു. ആ കുട്ടി കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു, കുരങ്ങൻ കടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതേപോലെ ആരെങ്കിലും ചെയ്യുമോ? കൊതു കടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൈ വെച്ചു കൊടുക്കാറുണ്ടോ? ആ കുട്ടി കുരങ്ങൻ കടിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ കൈ വെച്ചു കൊടുക്കും. പിന്നെയാണ് ആൾക്കാരൊക്കെ വന്ന് കുരങ്ങന്മാരെ ഓടിച്ച് ആ കുട്ടിയെ റാബിസ് വാക്സിൻ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ കുട്ടി കാണിച്ചു കൊടുത്തതുപോലെ കൊതു കടിച്ചോട്ടെ എന്ന് പറയുമ്പോൾ കൈ വെച്ചു കൊടുക്കാറില്ല. പട്ടി കടിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൈ വെച്ചു കൊടുക്കാറില്ല. അപ്പോൾ ഈ ജീവികളെ മുഴുവൻ നമ്മൾ ദ്രോഹിക്കണോ? അതിൻ്റെ അർത്ഥം നമ്മൾ മഹാപാപം ചെയ്യുമോ എന്നാണ്. ഇങ്ങനെ പഞ്ചസൂന ഗൃഹസ്ഥസ്യ ചുല്ലി പേഷൻ നമസ്കര കുണ്ടനി ചോദകുംഭശ്ച, ഇങ്ങനെ 5 മഹാപാപങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സമ്പത്ത് 5ആയിട്ട് വിഭജിക്കണം. സപ്താഹയജ്ഞ വേദിയിൽ മറ്റെന്ത് പറഞ്ഞില്ലെങ്കിലും ഈ വർണ്ണാശ്രമ ധർമ്മങ്ങൾ പറയണം എന്ന് എൻ്റെ ഗുരുനാഥ എന്നെ ഉപദേശിച്ചത് കൊണ്ടാണ് ഇത്രയും വിസ്തരിച്ച് പറഞ്ഞത്. അല്ലെങ്കിൽ വായിച്ചു പോവുള്ളൂ. ഇപ്പം ഗജേന്ദ്രമോക്ഷം വായിക്കേണ്ട കാര്യം. പക്ഷേ നമ്മുടെ ചുമതല എന്താണ്, നമ്മുടെ ഡ്യൂട്ടി എന്താണ് എന്ന് ഒരു ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതറിയണം. ഇതല്ലേ നമ്മൾ അറിയേണ്ടത്? നമ്മളാകുന്ന ഗൃഹസ്ഥന്മാരുടെ ചുമതല എന്താണ് എന്ന് ശ്രോതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കലല്ലേ ഒരു വക്താവിൻ്റെ ധർമ്മം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സമ്പത്ത് 5ആയിട്ട് വിഭജിക്കണം. എന്താ? 1 ദേവന്മാർക്ക് വഴിപാടുകളായിട്ട്, യജ്ഞങ്ങളായിട്ട്, ഹോമങ്ങളായിട്ട്, പൂജകളായിട്ട്, ഇങ്ങനെ പല കർമ്മങ്ങൾ. എന്താണ് വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തിക്കൊത്ത് മനസ്സ് നിറഞ്ഞ് ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നതെന്തോ അതാണ് വഴിപാട്. ഭഗവാൻ പറഞ്ഞു, പുഷ്പം പത്രം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോടുകൂടി എനിക്കെന്ത് നൽകുന്നുവോ അതാണ് വഴിപാട്. വേറെ ഒരു വഴിപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ കോമ്പൗണ്ടിൽ ധാരാളം കൂവള വൃക്ഷങ്ങൾ നമുക്കുണ്ട്. ഒരു കൂവളത്തിൽ പറിച്ച് മഹാദേവന് കൊണ്ട് കൊടുത്താൽ മതി. മഹാദേവൻ ഇന്നത് വേണമെന്ന് പറയുന്നില്ല, അത് ധാരാളം. നമ്മുടെ ശക്തിക്കൊത്ത് നമ്മുടെ മനസ്സ് നിറഞ്ഞ് ഭഗവാനെ സമർപ്പിക്കുന്നതാണ് വഴിപാട്. അതിന് പകരം ഇപ്പം മലയാളി ഭാഷ മാറ്റി അതൊക്കെ ഒരു വഴിപാടായിട്ട് കഴിഞ്ഞു എന്നാണ് അല്ലേ? ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന ഭാവത്തിലാണ് വഴിപാട്. അങ്ങനെയല്ല കേട്ടോ. വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറഞ്ഞ് നമ്മുടെ എളിയ ഭാവത്തിൽ നമ്മുടെ ശക്തിക്കൊത്ത് എന്ത് വഴിപാട്. 101 കൂടെ ജലധാരം നടത്താൻ പറ്റുമോ? ആയിക്കോളൂ. ഒരു കൂവളമനെ കൊടുക്കാൻ പറ്റുള്ളൂ, മതി. ഒരു കൂവളത്തിലേ കൊടുക്കാൻ പറ്റുള്ളൂ, മതി. അതാണ് വഴിപാടെന്ന് പറയുക. ദേവന്മാർക്ക് പൂജയായിട്ട്, ഹോമമായിട്ട്, യജ്ഞമായിട്ട്, പുഷ്പങ്ങളായിട്ട് എന്ത് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമോ അത്. പിന്നെ ഋഷിമാർക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അറിവുകൾ മുഴുവൻ ഋഷിപ്രോക്തമാണ്. ഭാഗവതം വേദവ്യാസ മഹർഷി രചിച്ചതാണ്.
പതഞ്ജലി മഹർഷി യോഗശാസ്ത്രം രചിച്ചതാണ്. യോഗവാസിഷ്ഠം വസിഷ്ഠ മഹർഷി രചിച്ചതാണ്. ഇങ്ങനെ ഓരോരോ മുനിവര്യന്മാര് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ് ഈ ശാസ്ത്രങ്ങൾ മുഴുവൻ. അവരെ നമ്മളെങ്ങനെ ബഹുമാനിക്കണം? ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ പഠിക്കണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം. ഭാഗവതം പഠിക്കുക, ഭാഗവതം പഠിപ്പിക്കുക, ഭാഗവതം മറ്റുള്ളവർക്ക് പ്രചരിപ്പിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ കർത്തവ്യം, ഋഷിമാർക്കുള്ള കടം. നമ്മൾ 3 കടങ്ങളായിട്ടാണ് ജനിക്കുക എന്നറിയാലോ അല്ലേ? കൂടുതലുള്ളവർക്ക് പെട്ടെന്ന് അറിയാം. 3 കടങ്ങളായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തർപ്പണം ചെയ്യണേ. ദേവാൻ സ്തർപ്പയാമി, ഋഷി സ്തർപ്പയാമി, പിതൃ സ്തർപ്പയാമി. എന്തിനാ? മരണം വരെ ഈ കടം നമ്മുടെ വീടില്ല. അവരെ തർപ്പണം കൊണ്ട് സന്തോഷിപ്പിക്കണം. 3 കടമാണ്: ദേവകടം, ഋഷികടം, പിതൃകടം. 3 കടങ്ങളാണ് നമുക്ക്. അത് പഞ്ചയജ്ഞങ്ങളിൽ ഉൾപ്പെടുത്തണം. ഋഷിമാർക്ക് വേദ ശാസ്ത്ര പുരാണങ്ങളുടെ പഠനം, പഠിപ്പിക്കൽ, അതുപോലെ തന്നെ പ്രചരിപ്പിക്കൽ. പിന്നെ പിതൃക്കളുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പലതും നമ്മുടേതാവില്ല, പിതൃക്കൾ തന്നതായിരിക്കും. നമ്മൾ അധിവസിക്കുന്ന വീട്, ഭൂമി, വസ്ത്രം, ആഭരണം. നമ്മൾ പറയാറില്ലേ, എൻ്റെ അമ്മൂമ്മ കഴുത്തിൽ കിട്ടിയ നെക്ലൈസാണ് എൻ്റെ കഴുത്തിൽ കിടക്കണം. അതുപോലെ നമ്മുടെ ഗുഡ്വില്ല്. തൃപ്പൂണിത്തുറ കോവിലകത്ത് ജനിച്ച ആളാണ്, ഞാനുണ്ടാക്കിയതല്ല ഈ തമ്പുരാൻ എന്നുള്ള വാല്. ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ആ കുടുംബത്തിലെ പൂർവികരായ സജ്ജനങ്ങളുടെ നന്മ കൊണ്ടാണ് എന്നെ ഇപ്പോൾ ആൾക്കാർ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം. അപ്പം ആ പിതൃക്കളെ നമ്മൾ അനുസ്മരിക്കണം. പിന്നെ ഈ ശരീരം എന്ന ഉപകരണം നമുക്ക് എവിടെ നിന്ന് കിട്ടി? അച്ഛൻ, അമ്മ, 2 പിതൃക്കളുടെയാണ്. അപ്പം ആ പിതൃക്കളെ നമ്മൾ സന്തോഷിപ്പിക്കണം. പിതൃക്കളെ എങ്ങനെ അനുസ്മരിക്കുന്നത്? ശ്രാദ്ധമൂട്ടിട്ട. കൊല്ലത്തിലൊരിക്കലെങ്കിലും ശ്രാദ്ധമൂട്ടണം. കാരണം പിതൃക്കളുടെ സമ്പത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? പിതൃക്കൾക്ക് മനസ്താപം ഉണ്ടാവും. പിതൃക്കൾ ഒരിക്കലും ശപിക്കില്ല നമ്മളെ. എൻ്റെ പേരക്കുട്ടി എന്നെ സ്മരിക്കണില്ലല്ലോ എന്ന് തപിക്കും അവർ. ഓർമ്മ വെക്കണം, ശാപത്തിനേക്കാൾ ശക്തി കൂടും താപത്തിന്. ഇവൻ മുടിഞ്ഞു പോട്ടെ എന്ന് ഒരു മുത്തച്ഛനും ഒരു മുത്തശ്ശിയും ശപിക്കില്ല പേരക്കുട്ടികളെ. പക്ഷെ എന്തുണ്ടാവും? അവൻ എന്നെ ഓർക്കണില്ലല്ലോ എന്ന് വിചാരിക്കും. ആ താപം മതി, ആ മനസ്താപം മതി നമ്മൾ അധപ്പതിക്കാൻ. അപ്പോൾ പിതൃക്കളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രാദ്ധം കൂട്ടണം. കൊല്ലത്തിലൊരിക്കലല്ലേ വേണ്ടൂ, അത് 1-2 മണിക്കൂർ. അങ്ങനെ പിതൃക്കൾക്ക് ശ്രാദ്ധമായിട്ട്. പിന്നെ പക്ഷിമൃഗാദികൾക്ക്, ഭൂതങ്ങൾക്ക് ബലിയായിട്ട്. സകല ചരാചരങ്ങളിലും ഭഗവാനുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ ശ്രീഭൂതബലി ക്ഷേത്രങ്ങളിൽ കാണാം. സകല ഭൂതങ്ങൾക്കും നമ്മൾ ബലി കൊടുക്കണം. ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, ആടിനെയോ പശുവിനെയോ പോത്തിനെയോ വെട്ടി ചോര കൊടുക്കണം എന്നല്ല പറഞ്ഞത്. അവർക്ക് ഭക്ഷണം കൊടുക്കുക. പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുക. പശുവിനെ കണ്ടു കഴിഞ്ഞാൽ പുല്ലോ വെള്ളമോ കൊടുക്കുക. വൃന്ദാവനത്തിൽ ചെന്നാൽ 10,000-കണക്കിന് പശുക്കളുണ്ട്. ആ പശുക്കൾക്ക് പുല്ല് മേടിക്കാൻ കിട്ടും. നമ്മൾ പുല്ല് മേടിച്ച അവർക്ക് കൊടുത്താൽ മതി, പഴം മേടിച്ച് കൊടുത്താൽ മതി. വൃന്ദാവനത്തിൽ ചെന്നാൽ കൊരങ്ങന്മാരെ കളിയാ, അവർക്ക് പഴം മേടിച്ച് കൊടുത്താൽ മതി. മാടപ്രാവുകളില്ലേ അമ്പലത്തിൽ, ധാന്യമണികളിട്ട് കൊടുത്താൽ മതി. മോഡേൺ സയൻസ് പറയുന്നു, ഇക്കോളജി പഠിച്ച ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നു, കടുത്ത വേനൽക്കാലം വന്നാലും നിങ്ങൾ മതിലിൻ്റെ മുകളിൽ 3-4 പാത്രത്തിൽ വെള്ളം വയ്ക്കൂന്ന്. പക്ഷികൾ ഒന്ന് കുടിച്ചോട്ടെ, ജലാശയങ്ങൾ വറ്റിപ്പോവല്ലേ. അതും ഭൂതബലിയാണ്. പക്ഷിമൃഗാദികൾക്ക് ആഹാരമാക്കിയിട്ട്. എന്താ കാരണം? നമ്മൾ മാമ്പഴം തിന്നുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ആരാ ഈ മാമ്പഴം ഉണ്ടാക്കണേ? പോളിനേഷൻ, പരാഗണം നടത്തുന്നത് ഈ ശലഭങ്ങളും പക്ഷികളുമാണ്. അപ്പോൾ അവരെ സ്മരിക്കണം. അതുകൊണ്ടാണ് പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞത്. 5-മത്തേത് മനുഷ്യരാണ്, നമ്മുടെ സഹജീവികളായിരിക്കുന്ന മനുഷ്യർ. അവർക്ക് എന്താ കൊടുക്കുക? അന്നദാനം. നഹി നഹി ബഹുദാനം അന്നദാന സമാനം. അന്നദാനത്തിന് തുല്യമായിട്ടൊരു ദാനം ലോകത്തില്ല.
അതെന്താ കാരണം എന്നറിയോ? മനുഷ്യൻ മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം ആഹാരം മാത്രമേ. 25 ഗ്ലാസ് പാൽപ്പായസം കഴിച്ചു കഴിഞ്ഞാൽ ഇനി വേണമെന്ന് വെച്ചാൽ വേണ്ട, തൽക്കാലം സ്റ്റോക്ക് ഇല്ല, വയറ്റിൽ പാഴ്സൽ തന്നേക്കൂന്ന് പറയും നമ്മൾ, അല്ലേ? കുറച്ച് നേരത്തെങ്കിലും മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം ഫുഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയും, നിങ്ങൾ ഏത് വഴിപാട് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, അന്നദാനത്തിന് ഡൊണേഷൻ കൊടുക്കുക. ഒരു സപ്താഹയൊക്കെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് എന്തിനാ? ഫുഡിനാണ്. നമ്മളാരും ആഹാരം കഴിക്കാൻ വകയില്ലാത്തവരല്ല, ഭഗവാന്റെ പ്രസാദമാണെന്ന് വിചാരിച്ച് കഴിക്കാൻ വരിക, അല്ലേ? പ്രസാദ കൂട്ടെന്ന് പറയുന്നത്. അപ്പൊ അതിന് ഡൊണേഷൻ കൊടുക്കുക. വേറെ ഉദയാസ്തമന പൂജയോ 1000 കുടം ജലധാരയോ ഒന്നും കൊടുത്തില്ലെങ്കിലും മഹാദേവൻ ഒന്നും വിചാരിക്കില്ല. പക്ഷേ മനുഷ്യർക്ക് അന്നദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ മഹാപുണ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. 1001 കുടം ജലധാര നമ്മൾ വഴിപാട് നടത്തി, അതിന്റെ ഫലം ആർക്കാ കിട്ടുക? നടത്തുന്നവൻ മാത്രമാണ് കിട്ടുക. ഉദയാസ്തമന പൂജ നടത്തി, ആർക്കാ അതിന്റെ മെച്ചം കിട്ടുക? നടത്തുന്നവൻ മാത്രം. അന്നദാനാണെങ്കിലോ എത്ര പേരുടെ വയറ് പറയും? നഹി നഹി ബഹുദാനം അന്നദാന സമാനം കനകരഹിത പാത്രം നീതിനി സാഗരാന്തം. രത്നങ്ങൾ പതിച്ച കുട കൊടുത്തിട്ട് കാര്യമില്ല, സമുദ്രത്തിന്റെ പര്യന്തമുള്ള ഭൂമി ദാനം ചെയ്തിട്ട് കാര്യമില്ല. ഗലതുരഹ സഹസ്രം, ആയിരക്കണക്കിനും ആനയെ കുതിരെ ദാനം ചെയ്തിട്ട് കാര്യമില്ല. മതി എന്ന് പറയില്ല. ഓണം ബമ്പറും 25 കോടി അടിച്ചാലും നമ്മൾ പറയും ഇതേ ഉള്ളൂ. മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു സാധനം ആഹാരം മാത്രം. അതുകൊണ്ട് നഹി നഹി ബഹുദാനം അന്നദാന സമാനം, സഹജീവികൾക്ക് ആഹാരമായിട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ സമ്പത്ത് 5ആയിട്ട് വിഭജിക്കണം. അപ്പോൾ ഒരു സപ്താഹത്തിൽ ആലോചിച്ച് നോക്കൂ, 7 ദിവസത്തെ ആഹാരം 7 പേര് സ്പോൺസർ ചെയ്താൽ ആ സംഘാടകർക്ക് സാമ്പത്തിക പ്രതിസന്ധി വരുമോ? വേണ്ട, 7 പേര് വേണ്ട, 14 പേരായി. ബ്രേക്ക്ഫാസ്റ്റ് ഒരാളുടെ വക സ്പോൺസറിങ്, ലഞ്ച് ഒരാളുടെ വക സ്പോൺസറിങ്, വൈകിട്ട് ചായയുടെ ഒരാളുടെ സ്പോൺസറിങ് ആയാൽ എത്ര വയറുകൾ നിറയും, എത്ര പേർക്ക് അതുകൊണ്ട് അനുഗ്രഹിക്കാൻ സാധിക്കും. നഹി നഹി ബഹുദാനം അന്നദാന സമാനം. ഇങ്ങനെയാണ് നമുക്ക് ഭഗവാന്റെ ദാസന്മാരായി തീരാൻ സാധിക്കുക. ആഹാരം വിശക്കുന്നവന് ആഹാരം മേടിച്ചു കൊടുക്കുക. ഒരിക്കലും കാശ് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം കാശ് കൊടുക്കുന്നത് മദ്യശാലയിൽ പോകുമോ മറ്റെവിടെയെങ്കിലും അനധികൃതമായിട്ട് പോകുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആഹാരം അവരുടെ വയറ്റിലേക്ക് തന്നെ പോകുള്ളൂ. നഹി നഹി ബഹുദാനം അന്നദാന സമാനം. ഇങ്ങനെ 5ആയിട്ട് വിഭജിക്കണം. ദേവന്മാർക്ക് വഴിപാടുകളായിട്ട്, പിന്നെ ഋഷിമാർക്ക് ശാസ്ത്രപുരാണ പഠനമായിട്ട്, അധ്യാപനമായിട്ട്, പ്രചരണമായിട്ട്, പിതൃക്കൾക്ക് ശ്രാദ്ധമായിട്ട്, പക്ഷിമൃഗാദികൾക്ക് ആഹാരമായിട്ട്, മനുഷ്യന് അന്നദാനമായിട്ട്, ഇങ്ങനെ 5ആയിട്ട് വിഭജിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. മനുഷ്യന് 5 മഹായജ്ഞങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചെയ്യേണ്ടതായിട്ടുള്ള 5 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി ചെയ്യാൻ പാടില്ലാത്തതായ 5 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യേണ്ടത് പറഞ്ഞു. ഇനി ചെയ്യാൻ പാടില്ലാത്തത് 5 കാര്യങ്ങൾ. വിധർമ്മ പരധർമ്മശ്ച ആഭാസ ഉപമ ഛല അധർമ്മശാഖ പഞ്ചേമ. ഈ 5 അധർമ്മശാഖകൾ ചെയ്തുകൂടാ. വിധർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാം. സ്വധർമ്മത്തിന് ഭംഗമുണ്ടാക്കുന്ന കാര്യങ്ങൾ. വിധർമ്മ പരധർമ്മശ്ച ആഭാസ ഉപമ ഛല. തൻ്റെ സ്വധർമ്മത്തിനെ അസാധ്യമാക്കുന്നതാണ് വിധർമ്മം എന്ന് പറയുക. പിന്നെ പരധർമ്മം, മറ്റുള്ളവരുടെ ധർമ്മത്തിനെ അനുകരിക്കാതെ അയാൾ അങ്ങനെ ചെയ്തു ഞാൻ ചെയ്യാം. തനിക്കതിന് യോഗ്യതയുണ്ടോ? ചിന്തിക്കില്ല. നമ്മൾ പറയില്ലേ മിമിക്രി എന്ന്, അനുകരണം. മറ്റുള്ളവരുടെ ധർമ്മത്തിനെ ഒരിക്കലും അനുകരിക്കരുത്. അവനങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാം, അത് പാടില്ല എന്നർത്ഥം. ആഭാസ, ആഭാസം എന്ന തോന്നിവാസം. എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തു, അതൊരിക്കലും പാടില്ല. ഉപമ,
വേദവിരുദ്ധമായുള്ള കർമ്മങ്ങൾ ചെയ്യുക. അത് ചെയ്യരുത്. ഛല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ